പൗലോസിൻ്റെ വിദ്യാഭ്യാസത്തിൻ്റെ ഗൗരവത്തിലും ദൈവം തന്നെ ഏൽപ്പിച്ച ശക്തമായ ശുശ്രൂഷയുടെ ആഴത്തിലും നിന്നുകൊണ്ട് മറ്റാരുടെയും കയ്യിൽ നിന്ന് ചെലവിന് വാങ്ങാതെ സ്വന്തം ചെലവിൽ യുദ്ധസേവ ചെയ്തവനായ പൗലോസ് കൈകൊണ്ട് അധ്വാനിച്ച് കൊരിന്തിൽ ജോലി ചെയ്ത് ഒരു കൂട്ടം ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടി. പൗലോസിന് എല്ലാ സമയത്തും അവിടെ നിൽക്കാനൊക്കത്തില്ല. അവിടെ നിന്ന് തൻ വെളിയിലേക്ക് മാറി. തൻ വെളിയിലേക്ക് മാറിയതോടെ ആ സഭയ്ക്കകത്തുള്ള സാമ്പത്തികം ചോർത്തുവാൻ ആഗ്രഹിക്കുന്നവർ പൗലോസിനെ സഭയിൽ നിന്ന് പുറത്താക്കിയ ശേഷം സഭാജനങ്ങളെ ആകർഷിക്കുവാൻ വേണ്ടി പൗലോസിന് വിരോധമായി ഒരുപാട് അവിഖ്യാതികൾ പറഞ്ഞുണ്ടാക്കി. 10-15 കൂട്ടം അവിഖ്യാതികൾ അവർ പറഞ്ഞുണ്ടാക്കി. പൗലോസ് ഇവരെ ശാസിക്കേണ്ടതിന് വേണ്ടി തിരിച്ച് കൊരിന്തിൽ വന്നു. ആ ഭാഗങ്ങൾക്കെല്ലാം തിരുവചനത്തിൽ സൂചനകളുണ്ട്. ഞാൻ ഇന്ന് അങ്ങോട്ടൊന്നും പോകുന്നില്ല. പൗലോസ് മറ്റുള്ളവരെ കൊരിന്തിൽ അയച്ചു. പക്ഷേ ഈ ഒരു വിഭാഗം പ്രബലമായി. അവർക്ക് വേണ്ടത് സഭയിൽ നിന്ന് കുറച്ചുപേരെ പിടിച്ചുകൊണ്ട് പോകണം. ആ കുറച്ചുപേരെ ഉപയോഗിച്ച് പൗലോസിനെ ടാർണിഷ് ചെയ്യണം. ഇതായിരുന്നു അങ്ങനെ അവരുണ്ടാക്കിയ ഒന്നാണ്. ഈ പൗലോസ് പറയുന്നതിലൊന്നും രോഗശാന്തി നടന്നിട്ടില്ല. ഇതൊക്കെ ചുമ്മാ പറയുക. ഇന്നത്തെ മീഡിയക്കാരൻ്റെ ഭാഷയിൽ തള്ള, ഇതെല്ലാം തള്ള. പിശാചു മാനസാന്തരപ്പെടത്തില്ലെന്നറിയാമോ? അവരെല്ലാ കാലത്തും ഇത് പറഞ്ഞുകൊണ്ടിരിക്കും. ഈ തള്ള ഇന്നത്തെ കാലത്ത് പറയുന്നത് അന്നത്തെ കാലത്ത് ഫോഷ്ക എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് ഒന്ന് അഡ്രസ്സ് ചെയ്യാൻ പൗലോസ് പറയുകയാണ്. ഫോഷ്ക അന്നങ്ങ് ഇരിക്കട്ടെ, അങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. ദൈവത്തിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനാണല്ലോ ഞാൻ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ നല്ലത് വരേണ്ടതിന്, അഥവാ ദൈവനാമമാണല്ലോ ഉയരുന്നത്, അഥവാ തീയതാണ് പറഞ്ഞെങ്കിൽ പോലും എന്നെ പാപിയെന്ന് വിളിക്കാതെ പ്രശംസിച്ചുകൂടെ? പകരം നിങ്ങൾ ചെയ്യുന്നത് അങ്ങനല്ല. നിങ്ങൾ എന്നെ നെഗറ്റീവായി ക്രിറ്റിസൈസ് ചെയ്യുന്നു. അത് പാടില്ല. അങ്ങനെ ചെയ്യുന്നവർക്ക് 100% ശിക്ഷാവിധിയുണ്ട് എന്ന് അദ്ദേഹം പറയുകയാണ്. അത് നീതിയുള്ള ശിക്ഷാവിധിയാണ്. ഇതിനകത്ത് തന്ന റെഫറൻസ് കഴിഞ്ഞ ആഴ്ചയിൽ 3-ാം അധ്യായം എന്നുള്ളതിന് പകരം 6-ാം അധ്യായം ഒന്ന് തെറ്റിപ്പോയി. ഞാൻ അതൊന്ന് കറക്റ്റ് ചെയ്യുകയായിരുന്നു. ഇനി ഞാൻ ഈ സ്നാനത്തെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചയിൽ തുടർന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നത് കൊണ്ട് സ്നാനത്തെക്കുറിച്ച് 1-2 പദങ്ങൾ എക്സ്ട്രായായി പറയുവാൻ ആഗ്രഹിക്കുന്നു. സ്നാനപ്പെട്ടത്, യേശു സ്നാനമേറ്റത് എന്തിനു വേണ്ടിയായിരുന്നു? വൈ ജീസസ് വാസ് ബാപ്റ്റൈസ്ഡ്? എന്ത് ഉദ്ദേശത്തിന് വേണ്ടിയാണ് യേശു സ്നാനപ്പെട്ടത്? ഞാൻ സ്നാനപ്പെട്ടത് യേശുവിനോട് ചേരാനാ, അല്ലേ? ക്രിസ്ത്യാനിത്വത്തിൽ പൊതുവെ സ്നാനത്തെക്കുറിച്ച് ഒരു അബദ്ധമായ വിചാരമുണ്ട്. സഭയുടെ അംഗത്വത്തിന് വേണ്ടിയാണ് സ്നാനപ്പെടുന്നതെന്ന്. സഭയുടെ അംഗത്വത്തിന് സ്നാനം അനേക വിഷയങ്ങളിൽ അല്ലെന്നല്ല. എന്നാൽ അതിനല്ല സ്നാനപ്പെടുന്നത്. ഞാൻ സ്നാനപ്പെട്ടത് യേശുവിനോട് ചേരാനാ. യേശു സ്നാനപ്പെട്ടത് ആരോട് ചേരാനാ? താൻ തന്നെ യേശു അല്ലേ. പിന്നെ യേശു ആരോട് ചേരാനാണ് സ്നാനപ്പെട്ടത്? 2, യോഹന്നാൻ സ്നാനപ്പെടുത്തിയിരുന്നത് പാപമോചനത്തിന് വേണ്ടിയാണ്. യേശുവിന് എന്നെ പാപമോ മോചിക്കാൻ? പാപമോചനത്തിന് വേണ്ടി എന്നൊരാശയം പറയുന്നെങ്കിൽ യേശുവിൻ്റെ കാര്യത്തിൽ അത് അസ്ഥാനത്താണ്. കാര്യം യേശുവിന് പാപമില്ല. 2, യേശുവിനോട് ചേരാനാണ് സ്നാനപ്പെട്ടതെന്ന് പറഞ്ഞാൽ അതും തികച്ചും അസ്ഥാനത്താണ്. യേശുവിന് എന്തിന് സ്നാനപ്പെട്ടു? യേശു സ്നാനപ്പെട്ടതിന് ഒരൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, എനിക്ക് നിങ്ങൾക്ക് മാതൃകയാകുവാൻ. ഇല്ലെങ്കിൽ നമുക്കൊരു മാതൃകയില്ലാതെ പോയേനെ. നമുക്കൊരു മാതൃകയാകേണ്ടതിന് യേശു സ്നാനപ്പെട്ടു. 1 പത്രോസ് 2:21 അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്, ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു, നിങ്ങൾക്ക് അവൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു പോയിരിക്കുന്നു. ഇന്ന് പകൽക്കാലം ക്രിസ്തുവിൻ്റെ മാതൃക അനുസരിക്കുന്നവർ സ്നാനപ്പെടുന്നത് നല്ലതാണ്. അടുത്തത്, യോഹന്നാൻ സ്നാനം നമുക്ക് മാതൃക. യോഹന്നാൻ്റെ സ്നാനം നമുക്ക് മാതൃക. തൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നായിരുന്നു. യോഹന്നാൻ സ്നാനപ്പെടുത്തിയത് നമുക്കൊരു മാതൃകയായിട്ടാണ്. നോ ഡൗട്ട് യേശുവിനെ സ്നാനപ്പെടുത്തിയത് നമുക്കൊരു മാതൃകയാണ്. പക്ഷെങ്കിൽ യേശുവിൻ്റെ സ്നാനം സത്യത്തിൽ യോഹന്നാനാൽ സ്നാനം ഏറ്റു എന്നുള്ളത് സത്യം. അതെനിക്കൊരു മാതൃകയാകേണ്ടതിന് മാത്രം. യേശുവിൻ്റെ യഥാർത്ഥ സ്നാനം സ്വർഗത്തിൽ നിന്നായിരുന്നു. 3-ാം അധ്യായത്തിൻ്റെ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിനാലും തീയിലും സ്നാനം ഏൽപ്പിക്കും, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും എന്നിങ്ങനെ 3-ാം അധ്യായത്തിൽ 2 റെഫറൻസുകൾ കാണാനുണ്ട്. യേശു എന്നെ സ്നാനപ്പെടുത്തുന്നത് വെള്ളത്തിലല്ല. വെള്ളത്തിൽ സ്നാനപ്പെടുത്തിയത് യോഹന്നാനാണ്. ഞാൻ അങ്ങനെ ചെയ്യണമെന്ന് എന്നോട് കൽപ്പിച്ചു. യേശു സ്നാനം ഏറ്റു. ഇതെല്ലാം നമുക്ക് മാതൃകയാണ്. എന്നാൽ യേശു സ്നാനപ്പെടുത്തുന്നത് വെള്ളം കൊണ്ടല്ല, അതിനേക്കാൾ ഉന്നതമായതിലാണ്. പരിശുദ്ധാത്മാവിലും തീയിലുമാണ് യേശു സ്നാനപ്പെടുത്തിയത്. അങ്ങനെയാണെങ്കിൽ യേശുവിൻ്റെ സ്നാനം എന്തായിരിക്കണം? തനിക്കും പരിശുദ്ധാത്മാവിനാലും തീയിലാലും സ്നാനം ലഭിച്ചേ മതിയാകുള്ളൂ.
യേശു പ്രാപിച്ച സ്നാനം ഏതായിരുന്നു എന്ന് ചിന്തിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 3:22 പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ അവൻ്റെ മേൽ ഇറങ്ങി വന്നു. ഇവിടെ ഗ്രീക്കിൽ എപ്പി എന്ന വാക്കാണ് ഉപയോഗിച്ചത്. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലാണ് അത് കണ്ടത്. അതിനു മുമ്പ് ഒരിക്കലും ഞാൻ ഇത്രയും ഗൗരവമായി ചിന്തിച്ചിരുന്നില്ല. എപ്പി എന്ന പദമാണ് ഉപയോഗിച്ചത്. അവൻ്റെ മേൽ ഇറങ്ങി വന്നു, അവൻ്റെ മേൽ എപ്പി. ആവസിച്ചു അല്ലെങ്കിൽ അവൻ്റെ മേൽ വന്നിറങ്ങി, പതിഞ്ഞു എന്നിങ്ങനെയുള്ള പദങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എപ്പി എന്ന പദം സൂപ്പർ ഇമ്പോസ്ഡ് ഓർ കവേർഡ് എന്ന ആശയമാണ്. മോഡുലേറ്റഡ്, കുറച്ചുകൂടെ എൻജിനീയറിംഗ് ലാംഗ്വേജിലേക്ക് മാറിയാൽ മോഡുലേറ്റഡ്. പോട്ടെ, അത് വിട്ടേക്ക്. കുറച്ചുകൂടെ നമുക്ക് സാമാന്യ ഭാഷയിലേക്ക് ഇറങ്ങി വരാം. സൂപ്പർ ഇമ്പോസ്ഡ്, എന്നെ എന്തെങ്കിലും ഒന്ന് സൂപ്പർ ഇമ്പോസ് ചെയ്താൽ എന്തുവാ? ഞാനായിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് കഴിയാത്ത ചിലത് എന്നെ കൊണ്ട് ചെയ്യിക്കേണ്ടതിന് വേറൊന്ന് എൻ്റെ മേൽ ആവസിച്ചിറങ്ങി എന്നെ രൂപഭേദം വരുത്തുന്ന പദത്തെയാണ് സൂപ്പർ ഇമ്പോസ് അല്ലെങ്കിൽ മോഡുലേഷൻ എന്ന പദം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഞാനതിൻ്റെ തിയറി പഠിപ്പിക്കാൻ വേണ്ടി വരികയല്ല. ഞാനായിരിക്കുന്ന അളവിൽ നിന്ന് എന്നെ മാറ്റി വേറൊന്നായി കാണിക്കേണ്ടതിന് എൻ്റെ മേൽ സൂപ്പർ ഇമ്പോസ് ചെയ്യുന്ന ഒന്നാണ് പരിശുദ്ധാത്മാവ്. പരിശുദ്ധാത്മാവ് തൻ്റെ മേൽ സൂപ്പർ ഇമ്പോസ് ചെയ്തു. സ്നാന സമയത്ത് ആവശ്യമുള്ള 2 ഘടകങ്ങൾ. ഒന്ന്, വെള്ളത്തിലേക്ക് മുക്കിക്കൊണ്ട് പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവനെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് ഞാൻ പറയും. ശിശുക്കളെ സ്നാനപ്പെടുത്തുന്ന ആളുകളും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഇവനെ സ്നാനപ്പെടുത്തുന്നു എന്ന് പറയും. യേശുവിൻ്റെ നാമത്തിൽ സ്നാനം കഴിപ്പിക്കുന്ന ആളുകൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ഇവനെ സ്നാനം കഴിപ്പിക്കുന്നു എന്ന് പറയും. ഇങ്ങനെ മുക്കുന്ന ഒരു ക്രിയയും അല്ലെങ്കിൽ തളിക്കുന്ന ഒരു ക്രിയയും അതിൻ്റെ കൂടെ ഒരു പ്രസ്താവനയും കൂടെ ഒരുമിച്ച് വരുന്നതാണ് സ്നാനം. മനസ്സിലായോ? ഇത് രണ്ടും കൂടെയാണ് യേശുവിൻ്റെ സ്നാനത്തിൽ നടന്നത്. ഒന്ന്, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ തൻ്റെ മേൽ ഇറങ്ങി തന്നെ അങ്ങ് ആവസിച്ചു, കവേർഡിയും സൂപ്പർ ഇമ്പോസ്ഡിയും. കൂട്ടത്തിലൊരു ഡിക്ലറേഷൻ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. യേശുവിൻ്റെ സ്നാനം പരിശുദ്ധാത്മാവ് കൊണ്ടായിരുന്നു. യേശുവിൻ്റെ സ്നാനം വെള്ളത്തിലായിരുന്നില്ല. വെള്ളത്തിൽ സ്നാനപ്പെട്ടു, അതെനിക്കും നിങ്ങൾക്കും മാതൃകയാകേണ്ടതിന് മാത്രം. തുടർന്ന് യേശു പറഞ്ഞു, നിങ്ങൾ പോകുമ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ സ്നാനപ്പെടുത്തണം, എൻ്റെ അധികാരത്തിൽ നിങ്ങൾ സ്നാനപ്പെടുത്തണം. ഒനാമോ, ആ പദം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നന്നായി ചിന്തിച്ചതാണ്. അതോറിറ്റി എന്നും നേച്ചർ ഓഫ് ഗോഡ് എന്നും 2 അർത്ഥമാണ് ആ പദത്തിനുള്ളത്. എൻ്റെ നേച്ചർ നിങ്ങൾ വെള്ളത്തിൽ വെച്ച് കണ്ടു. പുത്രനാകുന്ന ഞാൻ, ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവാകുന്ന മൂന്നാമൻ, മുകളിൽ വിളിച്ചു പറയുന്ന പിതാവായ ഒന്നാമനായ പിതാവ്, പുത്രനാകുന്ന രണ്ടാമൻ, പരിശുദ്ധാത്മാവാകുന്ന മൂന്നാമൻ, 3 പേരും കൂടെ ഒരുമിച്ച് സമ്മേളിച്ചതാണ് എൻ്റെ സ്നാനം. എൻ്റെ നേച്ചറിൽ നിങ്ങൾ സ്നാനപ്പെടുത്തുക. നിങ്ങൾ ഉപയോഗിക്കേണ്ട നാമം പിതാവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമമാണ്. എനിക്കൊന്ന് ഇതിനേക്കാളൊക്കെ കൂടുതൽ വിശദീകരിക്കാൻ ഭാഷയിൽ വാക്കുകളില്ല. യേശു പ്രാപിച്ച സ്നാനം ഏതായിരുന്നു? വീണ്ടും അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനം കഴിപ്പിക്കും. യോഹന്നാന്റെ സുവിശേഷം 3:22-23 പറയുന്നതാണ്. അതിൻ്റെ ശേഷം യേശു ശിഷ്യന്മാരുമായി യഹൂദദേശത്ത് വന്നു, അവരോടുകൂടെ സ്നാനം കഴിപ്പിച്ചുകൊണ്ടിരുന്നു. ഞാൻ വാക്യം കഴിഞ്ഞ ആഴ്ചയിൽ എടുത്തു, വിശദീകരിക്കാതെ വിട്ടു. പലരും അത് കേട്ടെന്നുപോലും തോന്നുന്നില്ല. ശ്രദ്ധിച്ചവർ നന്നായി കേട്ടു, അല്ലാത്തവർ കേട്ടെന്നുപോലും തോന്നുന്നില്ല. യേശുവും തൻ്റെ ശിഷ്യന്മാരുമായി വന്നു, അവരോടുകൂടെ പാർത്ത് അവരെ സ്നാനപ്പെടുത്തി എന്നാണ് ഇംഗ്ലീഷിലെ വാക്ക്. He came along with his disciples, tarried with them and baptized. Baptized whom? Baptized his disciples. ഈ യേശുവിൻ്റെ ശിഷ്യന്മാർ യോഹന്നാൻ്റെ സ്നാനം ഏറ്റവരാ മിക്കവരും. അത് പോരടാ, വേറൊരു സ്നാനം നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുവാൻ യേശു ശിഷ്യന്മാരുമായി വന്ന് യഹൂദദേശത്ത് പാർത്ത് അവരെ സ്നാനപ്പെടുത്തി. മറക്കണ്ട, യോഹന്നാന്റെ സുവിശേഷം 4:1-2 വാക്യങ്ങളിൽ ശിഷ്യന്മാരല്ലാതെ യേശു തന്നെ സ്നാനപ്പെടുത്തിയില്ല എന്നൊരു വാക്യമുണ്ട്. ഇത് രണ്ടും 2 സാഹചര്യമാണ്. ഇത് രണ്ടും 2 സാഹചര്യമാണ്. ആരംഭത്തെങ്കിൽ യേശു ശിഷ്യന്മാരുമായി വന്നു, യോർദാൻ്റെ അരികിൽ പാർത്തു, അവരെ സ്നാനപ്പെടുത്തി, ശിഷ്യന്മാരെ സ്നാനപ്പെടുത്തി. ശിഷ്യന്മാരെ എല്ലാവരെയും സ്നാനപ്പെടുത്തി. ഞാൻ ആ ഭാഗം ഒന്നുകൂടെ വിശദീകരിക്കാം. യോഹന്നാനെയും പത്രോസിനെയും മത്തായിയെയും എല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങോട്ട് ഇറക്കി.
ഇങ്ങോട്ട് ഇറക്കി വെച്ച് മത്തായിയെ സ്നാനപ്പെടുത്താൻ വിളിച്ചു എന്ന് ഇരിക്കട്ടെ. യോഹന്നാനോട് പറഞ്ഞ് നോക്കിക്കോണം, മർക്കോസിനോട് പറഞ്ഞ് നോക്കിക്കോണം, ഞാൻ സ്നാനപ്പെടുത്തുന്നത് ഇങ്ങനെയാണ്. MA വർഗീസാണ് ചെയ്തതെങ്കിൽ കൈ രണ്ടും മുന്നോട്ട് പിടിച്ചു. എൻ്റെ ഈ കൂപ്പി നിൽക്കുന്ന കൈയും മൂക്കും കൂടെ എൻ്റെ ഒറ്റ കൈ കൊണ്ട് ഞാൻ പിടിച്ചു. മറ്റേ ഒരു കൈ തലയുടെ പുറകെ പിടിച്ചു. കണ്ടല്ലോ, പത്രോസ് കണ്ടല്ലോ, യോഹന്നാൻ കണ്ടല്ലോ, മത്തായിയെ മുക്കാൻ പോവുക. എന്നിട്ട് പറഞ്ഞു, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ വെള്ളത്തിൽ സ്നാനം കഴിപ്പിക്കുന്നു. താവോട്ട് മുക്കി പൊക്കി. കണ്ടു. ഇനി മത്തായി നോക്കിക്കോണം, യോഹന്നാനെ സ്നാനപ്പെടുത്താൻ പോവാം. യോഹന്നാനെ സ്നാനപ്പെടുത്തി മത്തായിയെ കാണിച്ചു. ഇങ്ങനെ ശിഷ്യന്മാരെ 12 പേരെയും യേശു തന്നെ സ്നാനപ്പെടുത്തി. നമ്മുടെ പകയൻ യൂദായെയും സ്നാനപ്പെടുത്തിയതാ, മറക്കണ്ട. സ്നാനപ്പെട്ടത് കൊണ്ട് രക്ഷപ്പെട്ടു എന്നാരും ചിന്തിക്കരുത്. ചൊവ്വേ ജീവിച്ചേ പറ്റുള്ളൂ. യൂദായെയും സ്നാനപ്പെടുത്തിയതാ. സ്നാനപ്പെടുത്തി ശിഷ്യന്മാരോടുകൂടെ പാർത്ത് സ്നാനപ്പെടുത്തി. ഈ വിവരം പരീശന്മാരറിഞ്ഞു എന്ന് പറഞ്ഞാൽ, ഇവിടെ കണ്ടവൻ അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു, അതിനപ്പുറത്തോട്ട് വിളിച്ചു പറഞ്ഞു, അതിനപ്പുറത്തോട്ട് വിളിച്ചു പറഞ്ഞു. അന്ന് ടെലിഫോൺ ഇല്ലാത്തത് കൊണ്ട് വിവരം പോകുന്നത് വളരെ സ്ലോയാ. നമ്മുടെ നുണയൻ ഇവിടുന്ന് ഓടി അപ്പുറത്ത് നിന്ന് നുണ പറഞ്ഞു, മറ്റേ നുണയൻ അപ്പുറത്ത് കേട്ട് അപ്പുറത്ത് പറഞ്ഞു. ഇതെല്ലാം കൂടെ പറഞ്ഞു പരീശന്മാരുടെ അടുക്കൽ വരെ വിവരം എത്തുന്നെങ്കിൽ 1 മണിക്കൂറെങ്കിലും എടുത്തു കാണും, അല്ലെങ്കിൽ 1 ദിവസം എടുത്തു കാണും. പരീശനോടെന്ന് പറഞ്ഞു, യേശുവിനോട് പറഞ്ഞേക്കടാ ഞങ്ങൾ വിവരം അറിഞ്ഞെന്ന്. അത് 1 നുണയൻ, 2 നുണയൻ, 3 നുണയൻ, ഇങ്ങനെ നുണ പറഞ്ഞ് കൈമാറി യേശുവിൻ്റെ അടുക്കൽ വിവരം എത്തുവാൻ പല ദിവസങ്ങൾ എടുത്തു കാണും. അപ്പോഴത്തേക്ക് യേശു കരയ്ക്ക് കയറി. പിന്നെ ശിഷ്യന്മാരെ സ്നാനം തുടർന്നുള്ളൂ. ശിഷ്യന്മാരെ പഠിപ്പിച്ച ശേഷം യേശു വെള്ളത്തിൽ നിന്ന് കയറി താൻ കരയ്ക്ക് കയറി. തുടർന്ന് ശിഷ്യന്മാർ സ്നാനപ്പെടുത്തി. യേശു അന്തിമമായി പോകുന്ന സമയത്ത് ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചോണം. ഞാൻ പറഞ്ഞതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കി കൊള്ളയണം. അപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയായിരിക്കും. ഇത് കാനവച്ചൻ്റെ ഒരു എക്സാമ്പിളാണ്, അല്ലെ കാനവച്ചൻ്റെ ഒരു ഇല്ലസ്ട്രേഷനാണ്. ഞാൻ ആദ്യത്തെ ദിവസം ഇവിടെ പറഞ്ഞ 40 വർഷത്തിന് മുമ്പേ ആദ്യത്തെ ദിവസം ഇവിടെ പറഞ്ഞത് മുതൽ ഇതുവരെ ഞാൻ പറയാറുണ്ട്. കാനവച്ചൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ്. അപ്പം ശിഷ്യന്മാർ യേശുവിൻ്റെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുക, കർത്താവേ, ഇതുവരെ സ്നാനപ്പെടുത്തുമ്പോൾ അങ്ങായിരുന്നു കൊളക്കര നിന്ന് ഞങ്ങളുടെ സ്നാനം സൂപ്പർവൈസ് ചെയ്യുന്നത്. ഇനി ആരാ സൂപ്പർവൈസ് ചെയ്യുന്നത്? യേശു അതുകൊണ്ടാണ് അടുത്ത പദം പറഞ്ഞത്, ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. നിങ്ങൾ വെള്ളത്തിലോട്ട് ഇറങ്ങി സ്നാനപ്പെടുത്തുമ്പോൾ ഞാൻ കരയ്ക്ക് നിൽപ്പുണ്ട്. ഞാൻ സ്നാനപ്പെടുത്തുമ്പം ഭയങ്കര ഭയത്തോടെയാണ് സ്നാനപ്പെടുത്താറുള്ളത്. സ്നാനപ്പെടുത്തിപ്പെട്ടിച്ച് പിന്മാറിപ്പോയ പലരുണ്ട്. പക്ഷെങ്കിൽ പിന്മാറാൻ ഒരു സാധ്യതയെങ്കിലുമുള്ള ഒരു കേസിൽ ഞാൻ സ്നാനപ്പെടുത്തത്തില്ല. കാര്യം കരയ്ക്ക് സാക്ഷി നിൽക്കുന്നത് ദൈവമാണ്, ദൈവത്തിൻ്റെ സാന്നിധ്യമാണ് കരയ്ക്ക് നിൽക്കുന്നത്. ഞാനോ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇതേ സമയത്ത് യോഹന്നാൻ മര്യാദയ്ക്ക് സ്നാനം നിർത്തേണ്ടതായിരുന്നു, ആ പുള്ളി നിർത്തിയില്ല. യേശു യഹൂദദേശത്ത് സ്നാനം കഴിപ്പിക്കുമ്പോൾ യോഹന്നാൻ ഐനോനിൽ പോയി സ്നാനം കഴിപ്പിച്ചു. യേശുവിൻ്റെ തൊട്ടടുത്ത് വേണ്ട, ഇച്ചിരി ഒന്ന് മാറി നിന്നേക്കാം. യോഹന്നാനെ, അത് കാരണമാണ് അങ്ങേ അറസ്റ്റ് ചെയ്യേണ്ടതായി വന്നേ. മര്യാദയ്ക്ക് നിർത്തേണ്ടതായിരുന്നു. താങ്കൾ കൊടുത്തിരുന്ന കാലഹരണപ്പെട്ട സ്നാനം വീണ്ടും ആവർത്തിച്ച കാരണത്താലാണ് തന്നെ അറസ്റ്റ് ചെയ്യേണ്ടതായി വന്നത്. അതെല്ലാവർക്കും കൂടെ ശല്യമായി. താൻ കരയ്ക്ക് കയറേണ്ടതായിരുന്നു. യോഹന്നാൻ കയറിയില്ല. യോഹന്നാൻ ആ അംഗീകരിക്കപ്പെടാത്ത സ്നാനം വീണ്ടും തുടർന്നുകൊണ്ടിരുന്നു. വെള്ളത്താലും ആത്മാവിനാലും എന്ന പദത്തിലേക്ക് ഞാൻ ഒന്നുകൂടെ വരികയാണ്. യോഹന്നാന്റെ സുവിശേഷം 3:5 അതിന് യേശു ആമേനാമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. ഇവിടെ വെള്ളമെന്ന് പറയുന്നത് ദൈവവചനത്തെ ചിത്രീകരിക്കുന്ന പദമാണ്. ആന്നു നിശ്ചയമായി വന്നു. ഒന്നുകൂടെ ആവർത്തിക്കാം. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല എന്നത് അവിടെ പ്രധാനമായും വചനത്തെ തന്നെ ഉദ്ദേശിക്കുന്ന പദമാണ്. പക്ഷെ എനിക്കൊരു തിരിച്ചൊരു ചോദ്യം. എന്നാൽ പിന്നെ വചനമെന്ന് നേരെ പറയാൻ എന്താ ഭാഷയിൽ വചനമെന്ന് പറയാൻ യേശുവിന് അറിയാമായിരുന്നല്ലോ. പിന്നെ എന്തിനാ വെള്ളമെന്ന് പറഞ്ഞത്? മോനെ, വെള്ളത്തിന് ഏതാണ്ടൊരു സാധനം ഉണ്ടടാ, അതുകൊണ്ടാണ് ഈ ആശയം കിട്ടുന്നതെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം അവകാശമാക്കുവാൻ കഴിയുകയില്ല എന്ന് യേശു പറഞ്ഞ പദത്തിൽ വെള്ളമെന്നതിനെ വചനമെന്നാണ് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും. പക്ഷേ അങ്ങനെയാണെങ്കിൽ വചനമെന്ന് നേരെ എന്ന് പറയാൻ അറിയാവുന്ന യേശു എന്തിനാ വെള്ളമെന്ന് പറഞ്ഞത്? വെള്ളത്തിന് ഗൗരവമായൊരു സ്ഥാനമുണ്ട്, അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോസ്തലപ്രവൃത്തി 1:5 യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു. നിങ്ങൾക്ക് ഇനി ഏറെ നാൾ കഴിയും മുൻപേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കൽപ്പിച്ചു. യോഹന്നാൻ കഴിച്ച സ്നാനമല്ല, യേശു കഴിപ്പിച്ച സ്നാനം പരിശുദ്ധാത്മാവിനാലാണ്. എന്നാൽ വെള്ളം കൊണ്ടുള്ള സ്നാനവും യേശു അംഗീകരിച്ചിരുന്നു എന്ന് വ്യക്തം.
യോഹന്നാന്റെ സുവിശേഷം 3:3 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു. 3:5 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുന്നതല്ല. വെള്ളത്താലുള്ള സ്നാനം നിർബന്ധത്തിൽ നിർബന്ധമെന്ന് യേശുവിൻ്റെ പദങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നു. അല്ലെങ്കിൽ ദൈവരാജ്യത്തിൽ എത്തുവാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാണ്. എഫെസ് ലേഖനം 5:26 അവൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും കറചുളുക്കം മുതലായതൊന്നുമില്ലാതെ സഭയെ തനിക്ക് തന്നെ നിഷ്കളങ്കയുമായി സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെയും വിശുദ്ധീകരിക്കേണ്ടതിനു വേണ്ടി കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാതെ നിർത്തേണ്ടതിനു വേണ്ടി വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ, വചനം മാത്രം പോരെ മോനെ, ജലസ്നാനവും വേണം എന്ന് നിർബന്ധമായി കാണിക്കുന്ന ഇടമാണിത്. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ നമുക്ക് വചനം വേണം, വചനത്താൽ തന്നെ വേണം സ്നാനം. ഒരാളിനെ ബൈബിൾ പഠിപ്പിക്കാതെ സ്നാനപ്പെടുത്തിയ ഒരു പ്രശ്നം കൃപയാൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. വചനം പഠിപ്പിച്ചേച്ച് സ്നാനപ്പെടുത്താറുള്ളൂ. എന്നാൽ വേറൊരാളാണ് വചനം പഠിപ്പിച്ചതെങ്കിൽ ഞാൻ പിന്നെ രണ്ടാമത് പഠിപ്പിക്കാൻ പോകത്തില്ല. ആവശ്യമുള്ളത്രയും ദൈവവചനം ലഭിച്ചുവെന്ന് ഉറപ്പ് വന്ന ശേഷമേ സ്നാനപ്പെടുത്താറുള്ളൂ. അങ്ങനെ സ്നാനപ്പെടുത്തിയത് ശുദ്ധീകരണത്തിന് കാരണമായി തീരും. വചനത്തോടു കൂടിയ ജലസ്നാനം ശുദ്ധീകരണത്തിന് കാരണമാകും. ഇനിയും തേണ്ട കിടക്കുന്ന അപ്പോസ്തല പ്രവൃത്തി 2:3 അഗ്നിജ്വാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി, അവരിൽ ഓരോരുത്തൻ്റെ മേൽ പതിഞ്ഞു. പതിഞ്ഞു എന്ന പദത്തിന് ഗ്രീക്ക് ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് എപ്പി എന്ന പദമാണ്. സൂപ്പർ ഇമ്പോസ്ഡ്, മോഡുലേറ്റഡ്. ആക്ച്വലി മോഡുലേഷനാണ് എൻജിനീയറിംഗ് ലാംഗ്വേജ്, സൂപ്പർ ഇമ്പോസ് ആണ് കോമൺ മെൻസ് ഇംഗ്ലീഷ്. മോഡുലേറ്റഡ് അല്ലെങ്കിൽ സൂപ്പർ ഇമ്പോസ്ഡ്. പരിശുദ്ധാത്മാവ് ഒരുവനെ സൂപ്പർ ഇമ്പോസ് ചെയ്യുക. ഞാൻ എടുത്തു കാണിക്കുന്ന ഓരോ പദങ്ങളിലും പതിഞ്ഞു എന്നത് കാണിക്കേണ്ടതിന് തലയിലൊരു തീക്കഷ്ണം വന്നിരിക്കുന്നത് മാത്രമേ കാണിച്ചുള്ളൂ. അതിനപ്പുറത്തോട്ട് കാണിക്കാൻ എനിക്ക് അറിയാൻ വയ്യ. പറഞ്ഞു തരാനേ എനിക്ക് അറിയത്തുള്ളൂ. ഞാൻ കമ്പ്യൂട്ടറിൽ സ്മാർട്ടല്ല. എനിക്ക് ഒരിക്കലും ആർട്ടിഫിഷ്യൽ അങ്ങനെ ഒന്നുണ്ടാക്കിയെടുക്കാൻ എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടാക്കേണ്ടത് തീ കൊണ്ടൊരാളിൻ്റെ രൂപമുണ്ടാക്കി ആ രൂപത്തിനകത്ത് ഈ ആൾ നിൽക്കുന്നതായി കാണിക്കുകയാണ് വേണ്ടത്. ദാറ്റ് ഈസ് കോൾഡ് സൂപ്പർ ഇമ്പോസിഷൻ. പരിശുദ്ധാത്മാവിനെ സൂപ്പർ ഇമ്പോസ് ചെയ്തു. കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ഞാൻ പറഞ്ഞത് ഓർമ്മ കാണുമായിരിക്കും. സ്നാനപ്പെട്ട നിങ്ങൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുക. ഞാൻ ഉപയോഗിച്ച ഉദാഹരണം, ഞാൻ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. എല്ലാവർക്കും അറിയാം ഞാൻ അണ്ടർ ഗാർമെൻറ്റ്സ് ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ബനിയൻ ഞാൻ ഈ നിൽക്കുമ്പോൾ നിങ്ങൾ കാണത്തില്ല. കാരണം അതിൻ്റെ മുകളിൽ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു വെളുത്ത ഉടുപ്പുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ബനിയൻ കാണത്തില്ല. ഇതുപോലെ എൻ്റെ വ്യക്തിത്വം പുറത്ത് കാണാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളും സ്വഭാവവും പുറത്ത് കാണേണ്ടതിന് എന്നെ സൂപ്പർ ഇമ്പോസ് ചെയ്തിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എൻ്റെ വ്യക്തിത്വം പുറത്ത് കാണിച്ചുകൊണ്ട് ഞാൻ നടന്നാൽ, എൻ്റെ പഴയ പ്രകൃതി പുറത്ത് കാണിച്ചുകൊണ്ട് ഞാൻ നടന്നാൽ ഞാൻ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചവനാണെന്ന് പോഷ്ക്ക് പറഞ്ഞിട്ട് ഒരർത്ഥവുമില്ല. അതുള്ള കാര്യമല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു വീട്ടിലൊരു കുഞ്ഞിന് ഒരു പുതിയ ബന്യം വാങ്ങിച്ചു. അതിൽ ഒരു പ്രാവിൻ്റെ ഏതാണ്ട് എൻ്റെ പടമുണ്ടായിരുന്നു. നടന്ന ചരിത്രമാണ്. ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. തീരെ ചെറുപ്പത്തിലൊന്നുമല്ല. എനിക്ക് പ്രായമായ ശേഷം ഒരു വീട്ടിലൊരു കൊച്ചു കുഞ്ഞിന് ഒരു പ്രാവിൻ്റെ പടമുള്ള ഒരു ബനിയൻ അപ്പച്ചൻ അവരുടെ അപ്പൻ വാങ്ങിച്ചു കൊടുത്തു. അത് കഴിഞ്ഞൊരു ഷർട്ടും കൂടി ഇട്ടുകൊണ്ടാണ് വീട്ടിൽ വന്നപ്പോൾ ഈ മോന്, എൻ്റെ വീട്ടിൽ വന്നതാണ്, ഈ മോന് ഉടുപ്പിഞ്ഞ് പൊക്കി. ഞാൻ ചെയ്യുന്നില്ല. ഉടുപ്പിഞ്ഞ് പൊക്കി വെച്ച് ഈ ബനിയൻ കാണിക്കുക. അപ്പോൾ ഞങ്ങൾ വെച്ച് ഇതെന്നയുടെ പണിയെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു ഇന്ന് അവനൊരു പുതിയ ബനിയൻ കിട്ടി, അതൊന്ന് കാണിക്കാനാണ്. എൻ്റെ പഴയ സ്വഭാവം ഇന്നതായിരുന്നു എന്ന് കാണിക്കേണ്ടതിന് ആത്മാവിൻ്റെ ക്രിയകളെ ഉപേക്ഷിച്ച് ഞാൻ എൻ്റെ പഴയ സ്വഭാവം, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടല്ലേ? ഫേസ്ബുക്കിൽ വരുന്ന ആ വൃത്തികെട്ട പടം, ഞാൻ നടക്കുമ്പോൾ ദൈവകൃപ ഇല്ലാത്ത ഒരുവൻ പറഞ്ഞിരുന്നത് പോലുള്ള പറഞ്ഞ ആ പദം എടുത്ത് മേളിലോട്ട് പൊക്കി കാണിക്കുന്നത് കുഞ്ഞെ വിവരക്കേടാ, ബാല്യശിശയെ കാണിക്കുന്നതാ, അത് ബാല്യത്വത്തെ കാണിക്കുന്നതാ. എന്നെ സൂപ്പർ ഇമ്പോസ് ചെയ്തത് പരിശുദ്ധാത്മാവിനല്ല. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ മുന്നോട്ട് മാറിക്കോട്ടെ. ഇന്ന് അത് തേജസ്കരണത്തിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നും കൂടെ പറയട്ടെ.
റോമാലേഖനം 8:29-30 വാക്യങ്ങളിൽ അവൻ മുന്നറിഞ്ഞവരെ തൻ്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിനെ അവൻ്റെ സ്വരൂപത്തോട് അനുരൂപമാക്കുവാൻ മുൻ നിയമിച്ചിരിക്കുന്നു. മുൻ നിയമിച്ചവരെ വിളിച്ചവരെ നീതീകരിച്ചവരെ തേജസ്കരിക്കപ്പെട്ടിരിക്കുന്നു. നാം തേജസ്സിൽ നിന്ന് തേജസ്സിലേക്ക് മാറുവാൻ നമ്മെ തേജസ്കരിച്ചതാണ് എന്ന് മറക്കരുത്. Christ being born in you and you grew to the full measure of Christ. ഇവിടെ യേശുവും തൻ്റെ സഭയും കൂടെ നിൽക്കുന്ന ഒരു ചിത്രം ഏതോ ചിത്രകാരൻ അല്ലെങ്കിൽ കലാകാരൻ വരച്ചൊപ്പിച്ചത് ഞാനിങ്ങോട്ട് ആവർത്തിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ആ എടുത്തു കാണിച്ചിരിക്കുന്നത് ക്രിസ്തു നമ്മെ തൻ്റെ ആത്മാവിനാൽ നീതീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ സ്നാനപ്പെടുത്തുകയും ചെയ്തത് തൻ്റെ തേജസ് നമ്മിൽ വരേണ്ടതിനാണ്. പക്ഷേ തൻ്റെ തേജസ് നമ്മിൽ വരാതെ വണ്ണം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവെന്ന് പറയുന്നവർ പോലും അല്ലെങ്കിൽ പ്രാപിക്കാത്തവർ തൻ്റെ തേജസ്സിന് വിരോധമായി നിൽക്കുമ്പോൾ, എന്നെ കാണുമ്പോൾ ക്രിസ്തുവിൻ്റെ തേജസ് അല്ല കാണേണ്ടത്, എൻ്റെ പ്രാകൃത രൂപമാണ് കാണേണ്ടത് എന്ന് വാദിക്കുന്ന ചിലരുണ്ടല്ലോ. അവർ കേൾക്കേണ്ടത് ഞാൻ ഒന്നുകൂടെ പറയാം. യേശുവിനെക്കുറിച്ച് പറയുന്നവൻ ആത്മാവ് കൊണ്ടും തീ കൊണ്ടും സ്നാനപ്പെടുത്തുന്നവനാണ്. ആ തീ കൊണ്ടുള്ള സ്നാനം എന്നതിന് 2 വ്യത്യസ്ത അർത്ഥങ്ങളുണ്ട്. ഞാൻ പതുക്കെ അങ്ങോട്ട് കയറാൻ പോവുകയാണ്, എന്നിട്ട് ഞാനങ്ങ് മാറിക്കൊള്ളാം. തീ കൊണ്ട് എന്ന് പറഞ്ഞതിന് 2 അർത്ഥമുണ്ട്. എൻ്റെ ചെറിയ കാലത്ത് അസംബ്ലീസ് ഓഫ് ഗോഡിൽ ശക്തമായി പ്രവർത്തിച്ചിരുന്ന ഒരു മനുഷ്യനായിരുന്നു പാസ്റ്റർ P.N. സക്കറിയ സാർ. സക്കറിയ സാറിൻ്റെ മക്കളും കൊച്ചുമക്കളും ബാംഗ്ലൂരിലുണ്ട്. വല്ലപ്പോഴും ഒരിക്കൽ നമ്മുടെ ചർച്ച വരാറുണ്ട്. വളരെ വളരെ ബഹുമാനിച്ചിരുന്ന കർത്തൃദാസന്മാരിൽ ഒരാളാണ് പാസ്റ്റർ P.N. സക്കറിയ. P.N. സക്കറിയ സാറ് ഈ കൺവെൻഷനൊക്കെ വരുമ്പോൾ പാട്ടും ഒന്നും പാടാതെ ഞാനിവിടെ നിൽക്കുന്ന പോലെ അനങ്ങാതെ നിൽക്കുന്നവരുണ്ട്. ഞാൻ പൊതുവെ അനങ്ങാറില്ല, അനങ്ങാതെയാണ് നിൽക്കുന്നത്. കാര്യം എൻ്റെ ശരീരത്തിൻ്റെ ബലം അത്രേ ഉള്ളൂ എന്ന് എനിക്കറിയാം. ആദ്യം പാടിയ പാട്ട് ഞാനൊന്ന് ചേർന്ന് പാടിയിരുന്നെങ്കിൽ ഇവിടെ നിൽക്കാൻ പിന്നെ എനിക്ക് ഒക്കത്തില്ല, അതിനുള്ള ആരോഗ്യം എനിക്കില്ല. അതുകൊണ്ട് ഞാൻ താഴെ നിൽക്കുമ്പോൾ മിണ്ടാതെ നിൽക്കാറുണ്ട്. അങ്ങനെ എന്നെപ്പോലെ മിണ്ടാതെ നിൽക്കുന്ന ആളുകളെ കാണുമ്പോൾ P.N. സക്കറിയ സാർ പറയുമായിരുന്നു, എത്ര പറഞ്ഞാലും ഇവന്മാർ കൈയടിക്കത്തില്ല, എത്ര പറഞ്ഞാലും അനങ്ങത്തില്ല. അപ്പം P.N. സക്കറിയ സാർ പറയുന്ന പദം ഇതാണ്: ചില കീറാമുട്ടികൾ എന്ന് പറയും മലയാളത്തിൽ. തടിയുടെ കാര്യമാണ്, വെട്ടിക്കേറി അല്ലെങ്കിൽ കീറും. അടുപ്പിലിടുന്ന വിറക് ഉണ്ടാക്കേണ്ടതിന് വേണ്ടി എടുക്കുന്ന മരം വെട്ടിക്കേറിയാൽ കീറും. ചില മരത്തിൽ ചില കമ്പുകെട്ടൊക്കെ ഉണ്ട്, എത്ര വെട്ടിയാലും കീറുകയില്ല. അതിനെ വിളിക്കുന്ന പേരാണ് കീറാമുട്ടി. നമ്മുടെ ഇടയിൽ ഒത്തിരി കീറാമുട്ടികളുണ്ട്, എത്ര വെട്ടിയാലും കീറുകയില്ല. അദ്ദേഹം പറയും, കീറാമുട്ടി കിട്ടിയാൽ അത് വെട്ടി മെനക്കെടേണ്ട, മാറ്റിയിട്ടേക്ക്. മൂത്ത മോൻ്റെ കല്യാണം നടക്കുമ്പോൾ ചെമ്പടുപ്പിൽ കയറ്റാം. ഇത് സാധാരണഗതിയിൽ വെട്ടിയാൽ മുറിയുന്നതല്ല. അവൻ്റെ കുറ്റം അവൻ ആവർത്തിച്ചുകൊണ്ടിരിക്കും. ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞാൽ ദേഷ്യപ്പെടും, തല്ലരുതെന്ന് പറഞ്ഞാൽ തല്ലും, ചീത്ത പറയരുതെന്ന് പറഞ്ഞാൽ പറയും. ഇത് കീറാമുട്ടിയാണ്. കീറാമുട്ടിയിൽ അധികം വെട്ടണ്ട, അത് മാറ്റിയിട്ടേക്ക്. മൂത്ത മോൻ്റെ കല്യാണം നടക്കുമ്പോൾ ചെമ്പടിപ്പിൽ കയറ്റാം. അങ്ങനെ യേശുവും ചെമ്പടിപ്പിൽ കയറ്റുന്ന ഒരു പരിപാടിയുണ്ട്. ലോകത്തെ ന്യായം വിധിക്കാൻ വരുമ്പോൾ ഈ പുള്ളികളെ തീയിലിടും എന്ന് മറക്കരുത്. ഒന്നുകിൽ ഇടത്തുവശത്ത് കാണുന്ന ദൈവപ്രഭാവത്താൽ ജ്വലിക്കുക, ആത്മനിവേശത്തിൽ ജ്വലിക്കുക. ഇല്ലെങ്കിൽ മലാഖിയുടെ ലേഖനത്തിൽ പറയുന്നത് പോലെ, മലാഖി 4:1 പറയുന്നത് പോലെ, ചൂള പോലെ കത്തുന്ന ഒരു ദിവസം വരും. ആ അഹങ്കാരികളൊക്കെയും സകല ദുഷ്ടന്മാരും താളടിയാകും. വരുവാനുള്ള ആ ദിവസം വേരും കൊമ്പും വിടാതെ അവരെ ദഹിപ്പിക്കുന്ന ഒരു ദിവസമുണ്ട്. യേശു പരിശുദ്ധാത്മാവിനാലും തീയാലും സ്നാനം കഴിപ്പിക്കാൻ വന്നവനാ. തൻ്റെ സ്നാനം അതായിരുന്നു. നമുക്ക് മുന്നോട്ട് മാറാം. എബ്രായ ലേഖനം 6:6-8 വരെയുള്ള വാക്യങ്ങളിൽ, തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും കുരിശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരുമാകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിയുന്നതല്ല. ചുട്ടുകളയുന്ന തീ അഭിഷേകത്തിന് യോഗ്യരായവർ ആര്? ചുട്ടുകളയുന്ന തീ അഭിഷേകത്തിന് യോഗ്യരായവർ ആര്? പാപത്തിൽ തുടരുന്നവർ അതിന് യോഗ്യരാ. അതാണ് എബ്രായർ 6:8 കാണുന്നത്. തങ്ങൾക്ക് തന്നെ ദൈവപുത്രനെ വീണ്ടും കുരിശിക്കുന്നവരും അവന് ലോകാപവാദം വരുത്തുന്നവരും ആകൊണ്ട് അവരെ പിന്നെയും മാനസാന്തരത്തിലേക്ക് പുതുക്കുവാൻ കഴിവുള്ളതല്ല. പലപ്പോഴും പെയ്ത മഴ കുടിച്ചിട്ടും ഭൂമി കൃഷി ചെയ്യുന്നവർക്ക് വിഹിതമായ സസ്യാദികളെ വിളയിക്കുന്നു എങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം പ്രാപിക്കും. മുള്ളും ഞെരിഞ്ഞിലും മുളപ്പിച്ചാലോ അത് കൊള്ളരുതാത്തതും ശാപത്തിനടുത്തതുമാകുന്നു. ചുട്ടുകളകത്രേ അതിൻ്റെ അവസാനം. എബ്രായ ലേഖനം 10:26 സത്യമായി നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം, സത്യത്തിൻ്റെ പരിജ്ഞാനം ഞാൻ വാക്യം മുഴുവനായിട്ടിട്ടില്ല, സത്യത്തിൻ്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം
നാം മനഃപൂർവ്വം പാപം ചെയ്താൽ, എനിക്കറിയാം സത്യം അതാ, പക്ഷെ ഇന്നത്തെ എൻ്റെ സാഹചര്യത്തിൽ ഇപ്പം ഇങ്ങനെ, പാട്ടിൽ അങ്ങനെയും പയറ്റിൽ ഇങ്ങനെയും എന്ന് പറയാറുണ്ടല്ലോ. എനിക്കിപ്പോഴറിയാം ഞാൻ ചെയ്യുന്ന തെറ്റാ, പക്ഷെ ഞാൻ ചെയ്യുകയാണ്, ഞാനങ്ങ് ചെയ്യാൻ പോകുക. മനഃപൂർവ്വം പാപം ചെയ്താൽ പാപങ്ങൾക്ക് വേണ്ടി ഇനി ഒരു യാഗവും ശേഷിക്കാതെ ന്യായവിധിക്കായി ഭയങ്കരമായ ഒരു പ്രതീക്ഷയും എതിരാളികളെ ദഹിപ്പിക്കുവാനുള്ള ക്രോധ അഗ്നിയുമേ ഉള്ളൂ. ഇത് നമ്മുടെ ജീവിതത്തിൽ വരാതെ കർത്താവ് നമ്മെ വിടുവിക്കട്ടെ. 2, ഹൃദയം കഠിനമാക്കരുത്. ഉത്തരവാദിത്വം നിവർത്തിക്കുക, നമ്മുടെ ഹൃദയത്തെ കഠിനമാക്കരുത്. മത്തായിയുടെ സുവിശേഷം 27:25 അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. മറക്കരുത്, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അന്നുണ്ടായിരുന്നതായ ആ പുരോഹിതന്മാരും ന്യായശാസ്ത്രികളും ജനത്തെ മുൻനിർത്തിക്കൊണ്ട് ജനത്തെ കൊണ്ട് പറയിപ്പിക്കുകയും അവർ പറയുകയും ചെയ്യുന്നൊരു പദമാണ്, അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറകളുടെ മേലും വരട്ടെ. ഇന്ന് ഇസ്രായേൽ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിൽ ഗംഭീര യുദ്ധം നടക്കുക, പട്ടണം ചുട്ടു കരിയപ്പെടുകയാണ്. യഹൂദ, എന്തുകൊണ്ട് നിന്നെ സഹായിപ്പാൻ ദൈവം എഴുന്നേറ്റ് വരുന്നില്ല? പണ്ടത്തെ വിളി ഓർമ്മയുണ്ടോ? അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. മോനെ, ചരിത്രം മുഴുവനും അത് മറന്നാലും നിത്യത മറക്കത്തില്ല. ദൈവത്തിൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ, വരുന്നിടത്ത് കാണാമെന്ന് പറയുന്നവനെ, വരുന്ന ഒരു ദിവസമുണ്ട്, അന്ന് വേരും കൊമ്പും ശേഷിപ്പിക്കാതെ ദഹിപ്പിച്ച് കളയുന്നൊരു ദിവസമുണ്ട്, അത് മറക്കരുത്. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് ജനമൊക്കെയും ഉത്തരം പറഞ്ഞു. ഉത്തരവാദിത്വത്തിൽ നിന്നും മാറരുത്. തലമുറകളുടെ മേൽ തീയത് കെട്ടിവയ്ക്കരുത്. അത് എൻ്റെ അഭിപ്രായമാണ്. ഇനി ഞാൻ ഈ ഗാസയെക്കുറിച്ചും, നമ്മുടെ ഇന്നത്തെ കണ്ടംപററി സബ്ജക്റ്റ് അതായതുകൊണ്ട് അതിലേക്കൂടെ കയറി ഇറങ്ങി പോകാം. ട്രിഗറിങ് എന്നാണ് ഇന്നത്തെ വിഷയത്തിന് കൊടുത്തിരിക്കുന്ന പേര്, ഇന്നത്തെ മെസ്സേജിന് കൊടുത്തിരിക്കുന്ന പേര്. ഗോഡ്സ് ഫൈനൽ ട്രിഗറിങ് ആൻഡ് ദ ലാസ്റ്റ് ഡേ ട്രിഗറിങ്. ഈ ലാസ്റ്റ് ഡേ ട്രിഗറിങ് നടക്കുന്നത് എന്താണെന്ന് പറഞ്ഞു വരാൻ വേണ്ടി ഒരു ബാക്ക്ഗ്രൗണ്ട് ബേസും കൂടെ ഇനി ഞാൻ ഉണ്ടാക്കുകയാണ്. സ്നാനത്തിൽ നിന്ന് ഞാൻ ഇനി മാറി. അബ്രഹാമും ഇസഹാക്കും ഗാസയിൽ നടന്നില്ല എന്ന് മാത്രം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. എന്നെ ചരിത്രമെന്ന് പറയാം. ദൈവം ഒരിക്കൽ അബ്രഹാമിനെ വിളിച്ചേച്ച് പറഞ്ഞു, നീ ദേശത്ത് നെടുകയും കുറുകയും നടക്കണം. ഒരു പേപ്പട്ടി നടക്കുന്ന പോലെ അബ്രഹാം ദേശത്ത് നടന്നു. മറക്കരുത്. ആരാ ഇവിടെ ഇത് പറഞ്ഞത്? റോൺ ചാൾസ്. യുഎൻഒയുടെ എക്സ്കവേഷൻ വിങ്ങിൻ്റെ ചെയർമാനായിരുന്ന റോൺ ചാൾസ്, എനിക്ക് തോന്നുന്നു നമ്മുടെ ചർച്ചിൽ വന്നിട്ടുള്ളതിൽ ഏറ്റവും ഉന്നതമായ സ്റ്റാറ്റസ് സൂക്ഷിക്കുന്ന മനുഷ്യൻ അദ്ദേഹമാണ്. യുഎൻഒയുടെ ഒരു വിങ്ങിൻ്റെ ചെയർമാനാണ്. റോൺ ചാൾസ് ഇവിടെ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പദമാണ്, അബ്രഹാമിനോട് നീ ദേശത്ത് നെടുകയും കുറുകയും നടക്കുവാൻ ദൈവം ആവശ്യപ്പെട്ടു. അബ്രഹാം നടന്ന് കുഴഞ്ഞു. പക്ഷെ ഇസ്രായേൽ ദേശം മുഴുവനും നടന്നു തീർക്കാനുള്ള കപ്പാസിറ്റി അബ്രഹാമിന് ഇല്ലായിരുന്നു. അതുകൊണ്ട് അദ്ദേഹം ഗാസ സ്ട്രിപ്പിൽ നടക്കാൻ വിട്ടുപോയി, നടന്നില്ല. അബ്രഹാമിൻ്റെ മകനായി ഇസഹാക്കിന് നടക്കാമായിരുന്നു. 1-ാം തലമുറയെ കൊണ്ട് കഴിയാതെ പോയത്, ബഥേലിൽ 1-ാം തലമുറയെ കൊണ്ട് ചെയ്യാൻ കഴിയാതെ പോയത് ചിലതുണ്ടെങ്കിൽ ഒരു 2-ാം തലമുറ ചെയ്തേ പറ്റൂ. 2-ാം തലമുറ ഇസഹാക്കായിരുന്നു. ഈ പുള്ളി മടി പിടിച്ച് വീട്ടിലിരിക്കുന്ന പാർട്ടിയായിരുന്നു, നടക്കാൻ പോകുന്നവനല്ല. അപ്പൻ ചെയ്ത നന്മയുടെ ഫലം അനുഭവിച്ചുകൊണ്ട് വീട്ടിൽ സുഖമായി ഇരുന്ന പുള്ളിയാണ് ഇസഹാക്ക്. അദ്ദേഹം നടക്കാൻ പോയില്ല. ഇസഹാക്ക് നടക്കാമായിരുന്നു, പക്ഷെ ഇസഹാക്ക് നടന്നില്ല. യാക്കോബിന് നടക്കാമായിരുന്നു, പക്ഷെ യാക്കോബ് ഇതെല്ലാം കളഞ്ഞേച്ച് അമ്മായിയപ്പൻ്റെ വീട്ടിൽ പോയി. അവിടെ പോയി ഒന്ന് സുഖമായി താമസിക്കാൻ, 2 പെണ്ണുങ്ങളെയും കെട്ടി ഒന്ന് കാര്യമായി താമസിക്കാൻ വേണ്ടി ആടും തീറ്റി അതിയാൻ അതുവഴി സ്ഥലം വിട്ടു. ഗാസ സ്ട്രിപ്പിൽ നടന്നില്ല. പക്ഷേ ഇസ്മായിൽ ഗാസ സ്ട്രിപ്പിൽ ഇറങ്ങി നടന്നു. ഇന്ന് ഇസ്രായേൽ വില കൊടുക്കുന്നത് ഗാസ സ്ട്രിപ്പിലാണ്. അതാത് തലമുറ ചെയ്യേണ്ടത് അതാത് തലമുറയിൽ ചെയ്തില്ലെങ്കിൽ അടുത്ത തലമുറ വില കൊടുക്കേണ്ടി വരും. അക്കാര്യം മറക്കരുത്. ബെഥലൈറ്റ്സ്, നമ്മുടെ കുഞ്ഞുങ്ങളെ യോഗ്യമായി വളർത്തുവാൻ നാം ദൈവസന്നിധിയിൽ ചെയ്യേണ്ടത് ചെയ്യുവാൻ നമുക്കൊരു ഉത്തരവാദിത്വമുണ്ട്. അത് ചെയ്യുവാൻ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കപ്പെടാം. ഇസ്മായേൽ നെടുകയും കുറുകയും നടന്നു. അബ്രഹാം നടന്നില്ല ഗാസയിൽ, ഇസഹാക്ക് നടന്നില്ല ഗാസയിൽ.
യാക്കോബ് നടന്നില്ല ഗാസയിൽ, പക്ഷെ ഇസ്മായേൽ ഗാസയിൽ നടന്നു. ഇന്ന് ലോകത്തിലെ ഏറ്റവും അധികം കോൺസെൻട്രേഷനുള്ള സ്ഥലം ഇസ്മായേലിൻ്റെ മക്കൾ ഗാസയിൽ പാർക്കുന്നതാണ്. അൺഫോർച്ചുനേറ്റ്ലി അവർക്ക് വിധിക്കപ്പെടാത്ത സ്ഥലത്ത് അവർ കയറി താമസിച്ചതിൻ്റെ ശിക്ഷ അവരും അനുഭവിക്കും, നമ്മൾ വരെ അനുഭവിക്കുന്നുണ്ട്. ഒരുത്തൻ പാപാകർമ്മം ചെയ്തിടുകിൽ അതിൻ്റെ ശിക്ഷ മഹാജനങ്ങൾ അനുഭവിക്കും എന്ന പഴഞ്ചൊല്ലുപോലെ, ഒരുവൻ പാപാകർമ്മം ചെയ്തിടുകിൽ അതിൻ്റെ ശിക്ഷ പരപ്പിലുള്ള മഹാജനങ്ങൾ അനുഭവിക്കും. ഞാനും നിങ്ങളും ഒരു യുദ്ധം കാണത്തക്കതുപോലെ ഞെട്ടിപ്പിക്കുന്ന സംഭവങ്ങളിലേക്ക് ഇന്നു വരെ ജനത്തെ നടത്തിക്കൊണ്ടിരിക്കുന്ന സംഭവം ഇതാണ്. ഇതിനകത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറയിൽ അതാത് തലമുറയിൽ ചെയ്യുവാനുള്ള ദൗത്യം നമുക്ക് ചെയ്യുവാൻ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കപ്പെടാം. ഇനിയും നികൃഷ്ടബുദ്ധി കേൾപ്പിക്കപ്പെട്ടവൻ റോമലേഖനം 1-ാം അധ്യായത്തിൻ്റെ 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ, ഞാൻ ഇതുവരെ വാക്യങ്ങൾ വായിച്ചില്ല, ഞാൻ തന്നെ വായിക്കുകയായിരുന്നു. ഈ വാക്യം ഒന്ന് വായിക്കാമോ ദയവായി? റോമലേഖനം 1-ാം അധ്യായം 28 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ. 28 മുതൽ 31 വരെ. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ടബുദ്ധിയിൽ ഏൽപ്പിച്ചു. അവർ സകല അനീതിയും ദുഷ്ടതയും അത്യാഗ്രഹവും ദുർബുദ്ധിയും നിറഞ്ഞവർ. അസൂയ, കൊല, പിണക്കം, കപടം, ദുശീലം എന്നിവ തിങ്ങിയവർ. കുരളക്കാർ, ഏഷണിക്കാർ, ദൈവദ്വേഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ, പുതുദോഷം സങ്കല്പിക്കുന്നവർ, മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ, ബുദ്ധിഹീനർ, നിയമലംഘികൾ, വാത്സല്യമില്ലാത്തവർ, കനിവറ്റവർ. ഈ വക പ്രവർത്തിക്കുന്നവർ മരണയോഗ്യർ എന്നുള്ള ദൈവന്യായം അവർ അറിഞ്ഞിട്ടും അവയെ പ്രവർത്തിക്കുക മാത്രമല്ല, പ്രവർത്തിക്കുന്നവരിൽ പ്രസാദിക്കുക കൂടെ ചെയ്യുന്നു. അവരറിഞ്ഞിട്ടും നന്മ ചെയ്യാതെ, അവർ തിന്മ ചെയ്യുന്നത് മാത്രമല്ല, തിന്മ ചെയ്തവരിൽ പ്രസാദിക്കുകയും കൂടെ ചെയ്യുന്നു. മോനെ, സ്നാനപ്പെട്ട ശേഷം പഴയ കൂട്ടായ്മയിൽ പോകരുത് എന്നാണ് തിരുവചനം. ഞാൻ സ്നാനപ്പെട്ട ശേഷം തിരിച്ചു മാർത്തോമ്മ പള്ളി പോകാൻ എൻ്റെ അപ്പൻ എന്നെ നിർബന്ധിച്ചു, വെറും 12-ാമത്തെ വയസ്സിൽ. അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരിക്കൽ ചെങ്കടൽ കടന്നവൻ പുറകോട്ട് പോകത്തില്ല. പക്ഷെ പലരും പറഞ്ഞാണ്ട് ഇന്നാര് പോയല്ലോ. അവർ മാനസാന്തരപ്പെട്ടില്ലെന്ന് മാത്രമല്ല, മാനസാന്തരപ്പെടാഞ്ഞവരിൽ അവർ പ്രശംസിക്കുകയും കൂടെ ചെയ്യുന്നു. അവർ ദോഷം ചെയ്തത് മാത്രമല്ല, ദോഷം ചെയ്തവരെ ഉദാഹരണങ്ങളാക്കി എടുത്തു കാണിക്കുന്നു, അവരതിൽ പ്രശംസിക്കുന്നു. ആകയാൽ ദൈവവും അവരെ നികൃഷ്ടബുദ്ധിക്ക് ഏൽപ്പിച്ചു. ഒരുത്തിന് നികൃഷ്ടബുദ്ധി ഉണ്ടായാൽ പിന്നെ അവനെ പറഞ്ഞു മാനസാന്തരത്തിലേക്ക് നടത്തുവാൻ എളുപ്പമല്ല, ചുട്ടുകളയത്രേ അതിൻ്റെ അവസാനം. ദൈവം ഒരിക്കലും അകൃത്യം തികയാതെ ആരെയും ശിക്ഷിക്കത്തില്ല. അറിയാമോ? ദൈവം അകൃത്യം തികയാതെ ആരെയും ശിക്ഷിക്കത്തില്ല. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യത്തിൽ അമോര്യരുടെ അകൃത്യം ഇതുവരെയും തികഞ്ഞിട്ടില്ല. ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഇന്ന് അമോര്യരാണ് ദേശത്ത് പാർക്കുന്നത്, നിന്റെ സന്തതിക്ക് ഞാൻ ആ ദേശം കൊടുക്കണമെങ്കിൽ ഒരു 400 വർഷം കഴിയും. കാര്യം അമോര്യർ ഇന്നും ദേശത്ത് അതിക്രമം ചെയ്യുകയാണ്. അവരുടെ അതിക്രമം തികയാതെ ഞാൻ അവരെ തുടച്ചു നീക്കത്തില്ല. എന്നെ ദൈവം ഇന്ന് എടുത്ത് കളയാത്തതിൻ്റെ കാരണം ഞാൻ മിടുക്കനായിട്ടായിരിക്കത്തില്ല, നന്മയുള്ളവനായിട്ടായിരിക്കത്തില്ല. ചെയ്യുന്നത് അകൃത്യമാകാം, അത് തികയുവാൻ ദൈവം കാത്തിരിക്കുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, അത് തികയുന്നതിന് മുന്നമേ മാനസാന്തരപ്പെടുവാൻ ഇന്ന് പകൽ ദൈവസന്നിധിയിൽ അടുത്തു വരാം. അകൃത്യം തികഞ്ഞാൽ തീർന്നു, ക്ലിക്ക് ചെയ്തു. അത് ക്ലിക്ക് ആകുന്നതിന് മുന്നമേ മാനസാന്തരപ്പെടുവാൻ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പാദത്തിൽ അടുത്തു വരാം. അകൃത്യം തികയുവാൻ അനുവദിക്കരുത്. തുടർന്ന് ദൈവത്തിൻ്റെ ക്ലോക്ക് ഞാൻ പറഞ്ഞു തുടങ്ങുകയാണ്. ദ ട്രിഗറിങ് ടൈം ഓഫ് ഗാഡ്. ദൈവം ട്രിഗർ ചെയ്യുന്ന സമയങ്ങൾ. ഇസ്രയേൽ ദൈവത്തിൻ്റെ ക്ലോക്ക, സഭ പ്രവചനത്തിൻ്റെ വാച്ച. അതുകൊണ്ട് ഈ വാച്ചും ക്ലോക്കും അല്ലാത്ത ഒരു സാധനം ഞാൻ എടുത്തു കാണിച്ചത്. രണ്ടും അല്ലാത്തതല്ല, രണ്ടും കൂടെ. വാച്ചുമാണ് ഇത്, ക്ലോക്കുമാണ്. ഇസ്രയേൽ ദൈവത്തിൻ്റെ ക്ലോക്ക, സഭ പ്രവചനത്തിൻ്റെ വാച്ച. ഇങ്ങനെയാണ് സഭയെയും ഇസ്രയേലിനെയും കുറിച്ച് വേദപഠിതാക്കൾ അഭിപ്രായപ്പെടുന്നത്. കർത്താവായ യേശു
അത്തിമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് ഇതിൽ ഫലമുണ്ടോ എന്ന് തപ്പുന്നതും ഫലം കാണാതെ വന്നപ്പോൾ അതിനെ ശപിച്ച് ഉണക്കിക്കളയുന്നതും നമ്മൾ കണ്ടു. ആ ഉണങ്ങിപ്പോയ അസ്ഥിയെ ഒരു ശവപ്പറമ്പിനോട് ഉപമിച്ചുകൊണ്ട് അസ്ഥി കൂടാരമായി മാറിയതും നമ്മൾ നേരത്തെ ചിന്തിച്ചു. ഇന്നത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. അസ്ഥിക്കൂമ്പാരമായി തീർന്ന ഇസ്രായേൽ ഒരു ദിവസം ഒരു സൈന്യമായി തിരിച്ചെഴുന്നേറ്റ് വരുന്ന ഒരു നീണ്ട ചരിത്രത്തിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയുണ്ടായി. ലൂക്കോസിൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ, ആൻഡ് ദേ ഷാൽ ഈവൻ വിത്ത് ദ ഗ്രൗണ്ട് became thou knowest not the time of thy visitation. ആ വാക്യം അങ്ങ് വായിച്ചാട്ട്. ഓക്കെ, വായിച്ചു വെച്ചാട്ട്. 19:44. പുറത്തും ഞെരുക്കി നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്തിട്ട് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും. ഇസ്രായേലേ, നിന്റെ സമാധാനത്തിനുള്ളത് ഈ ദിവസം നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇപ്പോഴോ അത് നിന്റെ കണ്ണുകൾക്ക് മറവായിരിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവ് ഗൗരവമായും ശക്തിയായും ഇടപെടുക. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഉണ്ടായിരുന്ന ഒരു കൊച്ചു ഗ്രൂപ്പിനോട് ഇങ്ങനെ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയുടെ ഇടയിൽ ഒരു ദിവസം അമേരിക്കയിൽ ഡാളസിലുള്ള പാസ്റ്റർ അനിയൻ കുഞ്ഞ് എന്നോട് വ്യക്തിപരമായി ഒരു ദൂത് പറഞ്ഞത് ഞാൻ ഇവിടെ പരസ്യമായി കേൾപ്പിച്ചു. അതിനകത്ത് ഒരു പദം ഇതായിരുന്നു: രാത്രിയിൽ ഉറക്കത്തിൽ നിന്ന് വിളിച്ചുണർത്തി ചില പ്രധാനപ്പെട്ട വിഷയങ്ങൾ സഭയോട് പറയുവാൻ പരിശുദ്ധാത്മാവ് ഏൽപ്പിക്കും. അത് സില്ലിയാണെന്നും വേണ്ട എന്നും വിചാരിച്ച് മാറരുത്. അത് പറയണം, അത് ഗൗരവമുള്ളതാണ്. കഴിഞ്ഞ ആഴ്ചയിൽ പല ദിവസങ്ങളിൽ രാവിലെ വെളുപ്പിനെ 3 മണിയോടുകൂടെ 3-3:30 ഇടയ്ക്ക് ദൈവാത്മാവെന്നെ ഉണർത്താറുണ്ട്. ഓരോ തിരുവചന ഭാഗങ്ങൾ ഇടപെടാറുണ്ട്. എൻ്റെ ആരോഗ്യനില തീരെ മോശമാണെങ്കിലും ഞാൻ ഒറ്റ ദിവസം പോലും വിടാതെ എഴുന്നേറ്റ് അത് എഴുതി വെച്ച് പിറ്റേ ദിവസം ഒന്നുകൂടെ മെഡിറ്റേറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരുന്നതാണ്. യെരൂശലേമേ, യെരൂശലേമേ, നിന്നെ എൻ്റെ ചിറകിൻ്റെ കീഴിൽ ചേർക്കുവാൻ എനിക്ക് മനസ്സായിരുന്നു, നിനക്കോ മനസ്സായില്ല. കാര്യം നിന്റെ സന്ദർശനകാലം നീ അറിയാതിരിക്കുകയും. ദൈവത്തിൻ്റെ ട്രിഗറിങ് ടൈം സന്ദർശനകാലമായത്. ട്രിഗറിങ് എന്ന പദത്തിൽ ഞാൻ പോവും. ദൈവത്തിൻ്റെ ട്രിഗറിങ് ടൈം, ദൈവത്തിൻ്റെ സന്ദർശനകാലമായത്. ട്രിഗറിങ് ടൈം എന്ന് പറഞ്ഞാൽ സന്ദർശനകാലം എന്ന് ഡയറക്റ്റ് ഒരു മീനിങ് ഇല്ല. ഓട്ടക്കളത്തിൽ ഓടുവാൻ വേണ്ടി ആ ഓടുന്ന ലൈനിൽ, സ്റ്റാർട്ടിംഗ് ലൈനിൽ പോയി നിൽക്കുന്ന ആളുകൾ ഓടാനായി നിൽക്കുമ്പോൾ ഒരു തോക്ക് കൊണ്ട് ഇത് കൺട്രോൾ ചെയ്യുന്നയാൾ ആകാശത്തേക്ക് ഒരു വെടിവെക്കും, ഒന്ന് ട്രിഗർ ചെയ്യും. ആ ട്രിഗറിങ് ടൈം മുൻപോട്ട് ഓടാൻ വേണ്ടിയുള്ളതാണ്. ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നയാൾ മുൻപോട്ട് ഓടേണ്ട കൃത്യം സെക്കൻഡ് ആകുമ്പോൾ ഒന്ന് ട്രിഗർ ചെയ്യും. എന്തിന്? ബാഹ്യാകാശത്തേക്ക് അയക്കുന്നതായ ബാഹ്യാകാശ പേടകങ്ങൾ ടേക്ക് ഓഫ് ചെയ്യേണ്ടപ്പോൾ ട്രിഗറിങ് ടൈമിൻ്റെ പുറകിൽ കൗണ്ട് ഡൗൺ പീരീഡ് ഉണ്ട്. 48 സെക്കൻഡ്, 47 സെക്കൻഡ്, 45 സെക്കൻഡ്, ഒടുവിൽ 0 സെക്കൻഡ് എന്ന് പറയുകയും ട്രിഗറിങ് നടന്നിരിക്കും. ദൈവത്തിൻ്റെ ട്രിഗറിങ് സമയങ്ങളെക്കുറിച്ച് നാം അറിയാതിരിക്കരുത്. യെരൂശലേമേ, നിൻ്റെ ട്രിഗറിങ് ടൈമാണ് ഇന്ന്. നിൻ്റെ അനർത്ഥത്തെക്കുറിച്ച് നീ അറിഞ്ഞിരുന്നെങ്കിൽ നിനക്ക് മാനസാന്തരപ്പെടാമായിരുന്നു. ഇപ്പോഴോ നിൻ്റെ കണ്ണുകൾക്കത് മറവാം. ബഥേൽ സഭയിൽ അനേക ദൈവമക്കളെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എടുത്തു പറയുന്ന പദമാണ് ട്രിഗറിങ് ടൈം അറിഞ്ഞിരിക്കുക. നാം മാനസാന്തരപ്പെടേണ്ട സമയം അതിക്രമിച്ചു എന്ന് മറക്കരുത്. അകൃത്യം തികയുവാൻ അനുവദിക്കരുത്. അതിനു മുന്നമേ നാം മാനസാന്തരപ്പെടണം. ഇപ്പോഴോ നിൻ്റെ കണ്ണുകൾക്കത് മറവാണ്. മറഞ്ഞിരുന്നാൽ നിനക്ക് വലിയ നാശം വന്ന് സംഭവിക്കും. യെരൂശലേം ഷാൽ ബി ടോഡൻ ഡൗൺ, ജെൻഡയിൽ ജാതികൾ അതിനെ ചവിട്ടത്തക്കവണ്ണം യെരൂശലേം അധപ്പതിച്ചു പോകും എന്ന് പറഞ്ഞു. യെരൂശലേമിന് സംഭവിച്ചത് നമുക്കൊന്ന് നോക്കാം. 46 പ്രാവശ്യം they were attacked. അവരുടെ സാമ്രാജ്യമായിരിക്കുന്ന കാലം വേറെ ഒരു ജാതിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല. 46 പ്രാവശ്യം അവരെ അറ്റാക്ക് ചെയ്തു. 30 പ്രാവശ്യം പാർഷ്യലായി എങ്കിലും ഇസ്രായേൽ നശിപ്പിക്കപ്പെട്ടു. 25 പ്രാവശ്യം ഗവൺമെൻറ്റുകൾ ചേഞ്ചായി. 25 ഗവൺമെൻറ് ചേഞ്ചസ്. പക്ഷേ ഇതിൻ്റെ എല്ലാം അവസാനം അവർ ഷൂട്ടപ്പ് ചെയ്തു. അവരൊന്ന് എഴുന്നേറ്റ് വന്നു. ഇതിൻ്റെ മുകളിൽ ഇടത്തുവശത്തായി കാണുന്നത് നാസികളുടെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ്. മുകളിൽ വലത്തുവശത്തായി നിൽക്കുന്നത് ഹിറ്റ്ലറാണ്. ഹിറ്റ്ലർ ഇസ്രായേലിനെ കൊന്നൊടുക്കേണ്ടതിനായി അവരെ പട്ടിണിക്കിടുവാൻ ഉണ്ടാക്കിയ കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ് ഈ കാണുന്നത്. ഇടത്തുവശത്ത് താഴെയും കാണുന്നത് കോൺസെൻട്രേഷൻ ക്യാമ്പുകളാണ്.
വലത്തുവശത്ത് മുകളിലും താഴെയും, താഴെ നിൽക്കുമ്പോഴത്തേക്ക് അദ്ദേഹത്തിൻ്റെ പട്ടാളക്കാരുമായി ഒരുമിച്ച് നിൽക്കുക. ഇന്ത്യയും പ്രശംസിക്കാൻ ഒന്നുമില്ല. കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഞാനും നിങ്ങളും കൊടുത്ത ടാക്സ് ഉപയോഗിച്ച് പണിത് കഴിഞ്ഞു. എന്നാലും മറക്കണ്ട, ഇവിടെയും ഇത് തന്നെയാണ് നടക്കാൻ പോകുന്നത്. ഇത് പിശാചിൻ്റെ കോമൺ പാറ്റേണാണ്. ഈ പാറ്റേൺ നടന്നിരുന്നു. മണിപ്പൂരിൽ മാത്രം നടന്ന് നിന്നെന്നാരും തെറ്റിദ്ധരിക്കരുത്. നോ, ഇറ്റ് ഷുഡ് ഹാപ്പൻ. അതിനു മുമ്പേ മാനസാന്തരപ്പെടുവാൻ, പട്ടണത്തിൻ്റെ മേൽ വരുന്ന അനർത്ഥം കണ്ടുകൊണ്ട് സഭ അതിനകത്ത് ഭാഗവാക്കാകാതിരിപ്പാൻ, ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ദൈവം തന്ന അവസരം ഞാൻ ഉപയോഗിച്ചു. ഇങ്ങനെ ഞെരുക്കപ്പെട്ടതിനാൽ സഭ അല്ല, ഇസ്രയേൽ ഒരു അസ്ഥിവഞ്ചരമായി മാറി. അതെ, അസ്ഥികളുടെ കൂമ്പാരമായി മാറി. അന്നാണ് ദൈവം ഒരാളിനെ എഴുന്നേൽപ്പിക്കുന്നത്. ഡോക്ടർ വൈസ്മാൻ എന്നൊരു വ്യക്തി എഴുന്നേൽക്കുകയും അദ്ദേഹം ഇസ്രയേലിന് വേണ്ടി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുകയും ചെയ്തതിനാൽ 2 നവംബർ 1947 ബാൽഫർ ഡിക്ലറേഷൻ നടന്നു. ഇസ്രയേൽ തിരിച്ചു വരുന്ന വഴിയാ, അത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഒരു ബാൽഫർ ഡിക്ലറേഷൻ. ബാൽഫർ ഡിക്ലറേഷനെ കുറിച്ച് അന്നത്തെ ആളുകൾ പറഞ്ഞു, ഇതൊരു കീറ്റുതുണ്ട് കടലാസായി, സ്ക്രാപ്പ് പേപ്പർ, അതിൽ കൂടുതൽ ഇതിനകത്ത് വിലയില്ല. പക്ഷേ ജനറൽ അല്ലൻബായുടെ സൈന്യം ഇസ്രയേലിനെ സ്വതന്ത്രമാക്കി. ഓട്ടോമൻ ഗവൺമെൻറ് സറണ്ടർ ചെയ്തു. ഇസ്രയേൽ എൻഡഡ് ത്രൂ ജാഫ ഗേറ്റ് സിംഗിങ് സോങ്സ് ഓഫ് അസെൻസ്. 122 സങ്കീർത്തനമല്ലയോ, 122 121 122 സങ്കീർത്തനങ്ങൾ. അവിടെ മുതൽ കുറേ സങ്കീർത്തനങ്ങൾ സോങ്സ് ഓഫ് അസെൻഷൻ എന്നാണ് അതിനെ വിളിക്കുന്നത്, ആരോഹണ സങ്കീർത്തനങ്ങൾ. ജാഫ ഗേറ്റ് തുറക്കുകയും ജാഫ ഗേറ്റിലൂടെ ഇസ്രയേൽ ഉള്ളിലേക്ക് കയറുകയും ചെയ്തപ്പോൾ, ഇസ്രയേൽ എന്ന് പറയാൻ ഒക്കത്തില്ല, ബ്രിട്ടീഷ് സൈന്യത്തിൽ ഉണ്ടായിരുന്ന ഇസ്രയേൽ മക്കളെ ലീഡർഷിപ്പിൽ നിർത്തിക്കൊണ്ട് ബ്രിട്ടീഷ് സൈന്യം ജാഫ ഗേറ്റിലൂടെ അകത്തോട്ട് കയറുമ്പോൾ ഒരൊറ്റ അമ്പ് അവിടെ എഴുതിയിട്ടില്ല, ഒരു വെടിയുണ്ട അവരെ പൊട്ടിച്ചിട്ടില്ല. കീഴടങ്ങുവാൻ ശത്രുവിനോട് ആവശ്യപ്പെട്ട ശേഷം അവർ ജാഫ ഗേറ്റിലൂടെ ഉള്ളിലേക്ക് കടക്കുകയായിരുന്നു. 1967 ജൂൺ മാസം 5 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ ഈ യുദ്ധം നടന്നു. അതിനു മുന്നമേ അവർ ഉള്ളിലേക്ക് പ്രവേശിച്ചു, രാജ്യം പിടിച്ചെടുത്തു. ബൈബിളിൽ ഇങ്ങനെ ഒരു പദമുണ്ട്, വില കൂടാതെ നിങ്ങളെ വിറ്റ് കളഞ്ഞു, വില കൊടുക്കാതെ നിങ്ങളെ തിരിച്ചു വാങ്ങും. ഒരമ്പ് അവിടെ എയ്യുകയില്ല, ഒരസ്ഥി അവിടെ ഒടിയുകയില്ല, ഒരു തുള്ളി രക്തം ചൊരിയാതെ ജാഫയിലൂടെ, പ്രധാന ഗേറ്റിലൂടെ ഇസ്രയേൽ അല്ലെങ്കിൽ സൈന്യം ഉള്ളിലേക്ക് കടക്കുകയും ശത്രു പുറത്തു പോവുകയും ചെയ്തൊരു ദിവസമുണ്ട്. ഡ്രൈ ബോൺസ് തിരിച്ചെഴുന്നേക്കാൻ തുടങ്ങുക. അതുവരെ നശിച്ചുപോയ ഡ്രൈ ബോൺസ് തിരിച്ചെഴുന്നേക്കാൻ തുടങ്ങുകയാ. ദൈവത്തിൻ്റെ ഒന്നാം ട്രിഗറിങ് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ കാണാം. ദൈവം ഒരൊറ്റ ട്രിഗറിങ് കൊടുത്തു. ഗോഡ് ട്രിഗേർഡ്, ദ ടൈം ഈസ് റിഫ്ലക്റ്റഡ് ബൈ ഇസ്രയേൽ. ദ പൊളിറ്റിക്കൽ വേൾഡ് ആൻഡ് ദി ചർച്ച്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഇതാ. ദൈവം ഒന്ന് ട്രിഗർ ചെയ്തപ്പോൾ 3 മണ്ഡലങ്ങൾ അത് തിരിച്ചറിഞ്ഞു. ഇന്നിത് തീരുമോ എന്ന് എനിക്കറിയത്തില്ല, ഇല്ലെങ്കിൽ അടുത്ത ആഴ്ചയിലും തുടരും. ദൈവം ഒന്ന് ട്രിഗർ ചെയ്തപ്പോൾ 3 മണ്ഡലങ്ങൾ അത് തിരിച്ചറിഞ്ഞു. ഒന്ന്, ഇസ്രയേൽ തിരിച്ചറിഞ്ഞു. ശൂന്യമായി കിടന്ന ഇസ്രയേൽ ആഷസിൽ നിന്നും തിരിച്ചു വന്നതുപോലെ, ചാരത്തിൽ നിന്നും തിരിച്ചെഴുന്നേറ്റതുപോലെ, അസ്ഥിവഞ്ചനങ്ങൾ തിരിച്ചെഴുന്നേറ്റതുപോലെ തിരിച്ചെഴുന്നേറ്റു. 2, ദ പൊളിറ്റിക്കൽ വേൾഡ്. ലോകത്തിൻ്റെ മാപ്പ് തിരുത്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂ. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്നറിയപ്പെടുന്ന ബ്രിട്ടൻ ഇട്ടാവട്ടത്തിൽ ചുരുങ്ങി. അത് മലയാളത്തിലെ ഒരു പ്രയോഗമായി, ഇട്ടാവട്ടം. സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യമെന്ന് പറയപ്പെട്ടിരുന്ന ബ്രിട്ടൻ ഇട്ടാവട്ടത്തിൽ ചുരുങ്ങി. ഭൂഗോളത്തിൻ്റെ മാപ്പ് റീറൈറ്റ് ചെയ്തു. ഒന്നാമത്തെ ട്രിഗറിങ് ഇസ്രയേൽ തിരിച്ചറിഞ്ഞത് മാത്രമല്ല, ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു പൊളിറ്റിക്കൽ വേൾഡ്. 3, സഭ അത് തിരിച്ചറിഞ്ഞു. അന്ന് വരെ ഇല്ലാത്ത ഒരു ഉണർവ് സഭയിലേക്ക് കടന്നു. സഭയിൽ ഒരു വിഭാഗം വിശ്വാസത്യാഗികളായി, ഒരു വിഭാഗം വിശ്വാസം നഷ്ടപ്പെടുത്തി, വേറൊരു വിഭാഗം വിശ്വാസത്തിൽ ഉണർന്നു. അങ്ങനെ ട്രിഗറിങ് സഭയ്ക്കകത്ത് നടന്നു. 1917 നവംബർ മാസം 2-ാം തീയതി ജെയിംസ് ബാൽഫറിൻ്റെ ഡിക്ലറേഷൻ നടന്നു. 1917 ഡിസംബർ 11-ാം തീയതി ജനറൽ അല്ലൻബായി പട്ടണം ദൈവത്തിനു വേണ്ടി പിടിച്ചെടുത്തു. അദ്ദേഹത്തിൻ്റെ കയ്യിൽ അന്ന് 25,000 പട്ടാളക്കാരും അവർക്കാവശ്യമുള്ള കുതിരകളും വാഹനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഉപയോഗിക്കാതെ അവർ കാൽനടയായി പട്ടണത്തിൽ കയറി. പട്ടാളക്കാരായിരുന്നെങ്കിലും അല്ലൻബായി ഇങ്ങനെ പറഞ്ഞു,
ദൈവം തൻ്റെ ജനത്തിനു വേണ്ടി വിശുദ്ധീകരിച്ച വിശുദ്ധ നഗരത്തെ ദൈവം വിട്ടുതരുന്നതിനാൽ ഇതിനെ അശുദ്ധമാക്കുവാൻ കുതിരയുടെ ലാടങ്ങൾ അവിടെ തുടരുത്, വാഹനങ്ങളുടെ ടയറുകൾ തുടരുത്, നമുക്ക് കാൽനടയായി നടക്കാം. ഞാൻ കേട്ടിട്ടുള്ളതനുസരിച്ച്, ഞാനിത് കണ്ടതല്ല, നിങ്ങളാരും കണ്ടതല്ല, ഞാനും കണ്ടതല്ല, നമ്മളെല്ലാം കേട്ടതാ. ഞാൻ കേട്ടതനുസരിച്ച് അല്ലൻബായി തൻ്റെ ബൂട്ട് ഊരി വെച്ചു. വിശ്വസിക്കുന്ന ഒരു കൂട്ടം യഹൂദന്മാരോട്, അല്ലൻബായി യഹൂദനായിരുന്നു, ബ്രിട്ടീഷ് പട്ടാളത്തിൻ്റെ സർവ്വസൈന്യാധിപനായിരുന്നു, അതേസമയം തന്നെ യഹൂദനായിരുന്നു. വിശ്വസിക്കുന്ന ഒരു കൂട്ടം യഹൂദ ഭക്തന്മാരായ പടയാളികളോട് നിങ്ങളുടെ ബൂട്ട് ഊരി വെക്കാൻ പറഞ്ഞു. സോക്സ് മാത്രമിട്ട കാലുമായി ഞാൻ ഇന്ന് സ്റ്റേജിൽ നിൽക്കുന്ന ലാഘവത്തിൽ അദ്ദേഹം ജോഫ ഗേറ്റിൻ്റെ ഇടത്തുവശത്തൂടെ അകത്തോട്ട് കയറുകയും മറുവശത്തുകൂടെ അന്നുണ്ടായിരുന്ന ഒട്ടോമാൻ ഗവൺമെൻറ്റിൻ്റെ സൈന്യം പുറത്തേക്ക് പോവുകയും ചെയ്തു. 25,000-ലധികം കുതിരകളും ആവശ്യമുള്ള സകല വാഹനങ്ങളും ഉണ്ടായിരുന്നെങ്കിലും അതൊന്നും ഉപയോഗിക്കാതെ ഒരമ്പ് അവിടെ എയ്യുകയില്ല, ഒരു തുള്ളി രക്തം അവിടെ ചൊരികയില്ല എങ്കിൽ അത് അർഹിക്കുന്ന ഗൗരവത്തിലും വിശുദ്ധിയിലും നാം അതിനെ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവരുള്ളിലേക്ക് കയറി. അവർ വന്ന് യെരുശലേമിനെ പിടിച്ചെടുത്തു. യെരുശലേം സറണ്ടർ ചെയ്യപ്പെട്ടു. യെരുശലേമിൻ്റെ പ്രധാന ഗേറ്റിൻ്റെ മുമ്പിൽ തോക്കുകളുമായി പട്ടാളക്കാർ നിന്നു. പക്ഷേ ഒരൊറ്റ വെടി ആരും വെച്ചിട്ടില്ല, ഒരു വെടി അവിടെ ഉതിർത്തിട്ടില്ല. ഫിക്ടറി അത്തിമരം തിരികെ തളിർക്കുവാൻ പോകുകയാണ്. ഞാൻ ആ ഭാഗങ്ങൾ എടുക്കുന്നില്ല. 121 സങ്കീർത്തനം പാടിക്കൊണ്ടാണ് അവരകത്തോട്ട് കയറിയത്. 121 സങ്കീർത്തനം. ആരെങ്കിലും 1-2 വാക്യങ്ങളൊന്ന് വായിച്ചേക്കാമോ? 121 സങ്കീർത്തനം. ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല. മതി, അവിടെ മുതൽ ആരോഹണ ഗീതങ്ങൾ ആരംഭിക്കുക. 120 മുതൽ തുടങ്ങും ആരോഹണ ഗീതങ്ങൾ. 121 സങ്കീർത്തനം ആരോഹണ ഗീതമായി പാടിക്കൊണ്ടാണ് ഇസ്രായേൽ അകത്തേക്ക് കയറുന്നത്. ദൈവത്തിൻ്റെ ട്രിഗറിങ് ഇസ്രായേൽ തിരിച്ചറിഞ്ഞു, ഇസ്രായേൽ റെസ്പോണ്ട് ചെയ്തു. അത് കണ്ട ജനറേഷൻ, ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു, എൻ്റെ തലമുറ അത് കണ്ട ജനറേഷൻ, 1947 കണ്ട എൻ്റെ തലമുറ, യേശുവിൻ്റെ മടങ്ങിവരവൻ്റെ മുമ്പിൽ നടക്കുന്ന തീയും ഗന്ധകവും പെയ്യുന്ന അനുഭവങ്ങൾ, ഇന്ന് നടക്കുന്ന യുദ്ധങ്ങൾ, യുദ്ധശ്രുതികൾ കണ്ടേ മതിയാകൂ. ഞാനും നിങ്ങളും അത് കണ്ടുകൊണ്ടിരിക്കുക. നമുക്കൊന്ന് തയ്യാറാകാം. അത്തി തളിർത്തു, അത്തി ഫലം കായ്ക്കുവാൻ തുടങ്ങി. ബ്രിട്ടൻ, ജർമ്മനി വിത്ത് ഇറ്റ്സ് കോളനീസ്, ബ്രിട്ടനും അതിൻ്റെ കോളനികളും ജർമ്മനിയും അതിൻ്റെ കോളനികളും, സ്പെയിൻ മുതലായ രാജ്യങ്ങൾ ഷുക്ക് ഡൗൺ, അവർ കുടുങ്ങി ഇളകി താഴെ വീണു. ആഫ്റ്റർ 300 years Jews were born in Jerusalem. 3000 വർഷങ്ങൾക്ക് ശേഷം യഹൂദൻ തിരിച്ചു വന്നു. Too many new nations are blossomed. ഒരുപാട് പുതിയ രാജ്യങ്ങൾ അന്ന് ഉടലെടുത്തു. 187 പുതിയ രാജ്യങ്ങൾ. ഞാൻ പറഞ്ഞില്ല, ഭൂപടത്തിൻ്റെ മാപ്പ് ആകപ്പാടെ തിരുത്തി കളഞ്ഞു. പൊളിറ്റിക്കൽ ഷഫിളിംഗ് ദൈവം ചെയ്താൽ ഇങ്ങനെയൊക്കെ ഇരിക്കും. ആഫ്രിക്കൻ രാജ്യങ്ങളിൽ 54, അമേരിക്കൻ രാജ്യങ്ങളിൽ 35, ഏഷ്യൻ രാജ്യങ്ങളിൽ ഇസ്രയേലും ഇന്ത്യയും ഉൾപ്പെടെ 41, യൂറോപ്പിൽ 43, ഓസ്ട്രേലിയയിൽ 14 പുതിയ രാജ്യങ്ങൾ രൂപീകരിക്കപ്പെട്ടു. ബൗണ്ടറീസ് തിരികെ എഴുതപ്പെട്ടു. ഈ സഭയ്ക്കകത്ത് അതെന്ത് മൂവ് ഉണ്ടാക്കി? ഈ ട്രിഗറിങ് സഭയ്ക്കകത്ത് എന്ത് മൂവ് ഉണ്ടാക്കി? 1970 ജീസസ് മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്ന ഒരു മൂവ്മെൻ്റ് പുറത്തു വന്നു. അതിനു മുന്നമേ തന്നെ ഹോളിനെസ് മൂവ്മെൻറ്റ്സ് നടന്നിട്ടുണ്ട്. ഈ സ്ത്രീകൾ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ തല മൂടുക, മാന്യവും യോഗ്യവുമായി വസ്ത്രം ധരിക്കുക, ആഭരണങ്ങൾ ഒഴിവാക്കുക എന്നിവ മലയാളികൾ മാത്രം കാണിക്കുന്ന മെനക്കേടാണെന്ന് മരമണ്ടന്മാർ വിളിച്ചു പറയുമ്പോൾ, ഞാനും ചിന്നമ്മയും കൂടെ ഒരുമിച്ച്, ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഒരുമിച്ച് ഹോളിനെസ് ചർച്ചിൻ്റെ ഗ്രൂപ്പിൻ്റെ മുമ്പിൽ നിൽക്കുന്ന ഒരു പിക്ചർ ഞങ്ങളിൽ ഇപ്പോഴും ഉണ്ട്. ഹോളിനെസ് പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ ഗ്രൂപ്പിൽ പ്രസംഗിക്കുവാൻ, അവരുടെ ആനുവൽ കൺവെൻഷന് പ്രസംഗിക്കുവാൻ ഒരിക്കൽ ദൈവം എനിക്കൊരു അവസരം തന്നു. എൻ്റെ അറിവിൽ 2 മലയാളികൾ ഇവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. പാസ്റ്റർ ഫിന്നി സ്റ്റീഫൻ അല്ല, വേറൊരു ഫിന്നി ഉണ്ടായിരുന്നു. തിരുവല്ലായിക്ക് അടുത്തുള്ളൊരു ബ്രദർ ഫിന്നി ജേക്കബും ഞങ്ങൾ 2 പേര് അവിടെ പ്രസംഗിച്ചിട്ടുണ്ട്. ഹോളിനെസ് ഗ്രൂപ്പുകാർ രംഗപ്രവേശനം ചെയ്തു. കരിസ്മറ്റിക് ഗ്രൂപ്പുകൾ റീസ്റ്റാർട്ട് ചെയ്തു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ 1900 മുതൽ ആ രംഗത്ത് വരുവാൻ തുടങ്ങി. ആയിട്ടിരിക്കുന്ന ഫിഗർ തെറ്റിപ്പോയി. 1900 മുതൽ രംഗത്ത് വരുവാൻ തുടങ്ങി.
ദൈവത്തിൻ്റെ ട്രിഗർ സഭ റെക്കഗ്നൈസ് ചെയ്തു. 1973 ഒക്ടോബർ മാസം 6-ാം തീയതി യോം കിപ്പൂർ യുദ്ധം നടന്നു. അത് ദൈവത്തിൻ്റെ രണ്ടാമത്തെ ട്രിഗറിങ് ആയിരുന്നു. യോം കിപ്പൂർ യുദ്ധം നടന്നു, ജൂബിലി യുദ്ധം നടന്നു. ദ മിലിറ്ററി ചീഫ് പ്ലാൻ ടു റിസൈൻ. ആ പദം ഞാൻ ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഇസ്രയേൽ ഒരു രാജ്യമായി പിറന്നു വീണ് ഏതാണ്ട് 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ, ഒന്നുകൂടെ ആവർത്തിക്കാം, ഇസ്രയേൽ ഒരു രാജ്യമായി പിറന്നു വീണു ഏതാണ്ട് 10 മണിക്കൂർ കഴിഞ്ഞപ്പോൾ വട്ടത്തിലുണ്ടായിരുന്ന അറബ് നേഷ്യൻസ് ഒരുമിച്ച് കൂടിയേച്ച് ഒരൊറ്റ പ്രഖ്യാപനം പറഞ്ഞു: ഭൂമുഖത്ത് നിന്നും ഞങ്ങൾ ഇസ്രയേലിനെ തുടച്ചു മാറ്റും. ഭൂപടത്തിൽ ഇസ്രയേലിൻ്റെ പേര് ഇനി കാണത്തില്ല, തുടച്ചു മാറ്റാൻ പോകുകയാണ്. അതിനെ തുടർന്നാണ് ഒരു 6 ദിവസത്തെ യുദ്ധം നടന്നത്. 6 ദിവസത്തെ യുദ്ധത്തിൽ ധീരനായി പ്രയോജനപ്പെട്ട ഒരു മനുഷ്യനെ, ഒരു ബട്ട്ലറെ ഞാനിവിടെ ചിത്രീകരിച്ചിട്ടുണ്ട്. അന്ന് ഞാനതിൻ്റെ പടം കാണിച്ചു. എവിടെയെങ്കിലും ആർക്കെങ്കിലും കിട്ടുകയാണെങ്കിൽ തിരിച്ചു തന്നാൽ ഞാൻ ഒന്നുകൂടെ കാണിക്കാം. എൻ്റെ കയ്യിൽ ഇന്ന പടമില്ല. അന്നത്തെ സർവ്വസൈന്യാധിപൻ ഇസ്രയേലിൻ്റെ കണക്കെടുത്തു. 6 ടാങ്കുകൾ അവർക്കുണ്ട്. 6 ടാങ്കുകൾ, 6000 ടാങ്കുകൾ അവർക്കെതിരെ അങ്ങോട്ട് നിർത്തി അറബ് ഗവൺമെൻറ്. ഒരു വശത്ത് 6000 ടാങ്കുകളും മറുവശത്ത് ഇസ്രയേലിൻ്റെ കയ്യിൽ 6 ടാങ്കുകളും. 1000 ശിഷ്ടം എയ്റോപ്ലെയിൻ അറബി ലോകം നിരത്തി. ഇസ്രയേലിൻ്റെ 4 എയ്റോപ്ലെയിൻ ഉണ്ട്. ആ 4 എയ്റോപ്ലെയിൻ നിർത്തി. രാജ്യമായി രൂപീകരിക്കപ്പെട്ടിട്ട് 10 മണിക്കൂറേ ആയിട്ടുള്ളൂ. എങ്ങനെ യുദ്ധം ചെയ്യും? എല്ലാം കൂടെ കണക്ക് കൂട്ടിച്ച് സർവ്വസൈന്യാധിപൻ പറഞ്ഞു: തോറ്റു 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 തോറ്റേ തോറ്റു, യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്ത് ഒളിച്ചോടാൻ പോകുകയാണ്. തൻ്റെ പട്ടാളക്കാരോട് തന്നൊരു സീക്രട്ട് നോട്ട് എഴുതി വെച്ചു: നിങ്ങൾ സറണ്ടർ ചെയ്തിട്ട് ജീവിക്കാൻ നോക്ക്, ഇല്ലെങ്കിൽ നിങ്ങളെ മുഴുവൻ കൊന്നുകളയും, നമുക്ക് പിടിച്ചു നീക്കാൻ ഒക്കത്തില്ല. രാത്രിയിൽ 11:30-ക്കും 12:30-ക്കും ഇടയിൽ ഈ സർവ്വസൈന്യാധിപൻ്റെ ബട്ട്ലർ, അദ്ദേഹത്തിൻ്റെ കുക്ക്, അദ്ദേഹത്തിന് 1 കപ്പ് ചായ കൊടുക്കാൻ എന്ന ഭാവത്തിൽ തൻ്റെ റൂമിലോട്ട് കയറി. തൻ്റെ റൂമിലോട്ട് കയറി വരുമ്പോൾ പുറകിൽ നിന്നാണ് കുക്ക് വരുന്നത്. അദ്ദേഹം ഇവിടെ ഇരുന്ന് റിസിഗ്നേഷൻ എഴുതുകയാണ്. രക്ഷപ്പെടുവാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് ഉറപ്പായതുകൊണ്ട് 6000 ടാങ്കിനെ ജയിക്കാൻ 6 ടാങ്ക് കൊണ്ട് എന്തു ചെയ്യും? 5-6 രാജ്യങ്ങൾ അവരുടെ സൈന്യങ്ങളെ നിരത്തിയിരിക്കുന്നിടത്ത് ഞാൻ എന്ത് ചെയ്യും? അതുകൊണ്ട് ഞാൻ റിസൈൻ ചെയ്യുകയാണ് എന്ന് പറഞ്ഞ് റിസിഗ്നേഷൻ എഴുതുമ്പോഴാണ് ബട്ട്ലർ പുറകിൽ നിന്ന് വരുന്നത്. അവനൊന്ന് എത്തി നോക്കി, ഇത് കണ്ടു. അവനെ ചായ മേശപ്പുറത്തോട്ട് പറഞ്ഞു: സാർ, അങ്ങ് റിസൈൻ ചെയ്യരുത്. അയാൾ ബട്ട്ലറുടെ നേരെ തിരിച്ചു: നീ ആരടാ പറയാൻ? എൻ്റെ റൂമിൽ കയറാൻ നിന്നോട് ആര് പറഞ്ഞു? ഇല്ല സാർ, ഞാൻ ചായയും കൊണ്ട് വന്നതാ. സാർ റിസൈൻ ചെയ്യരുത്. സാറേ, 5 കല്ലും ഒരു കവണയുമായി ഗോലിയാത്തിനെ ദാവീദ് എറിഞ്ഞിട്ടത് ഇവിടെ വെച്ച സാർ. സാറിൻ്റെ കസേറ ഇട്ടിരിക്കുന്ന ഈ സ്ഥലത്ത് നിന്നാണ് അന്ന് ഗോലിയാത്ത് എറിയുന്നത്. ഗോലിയാത്തിൻ്റെ കൂടെ, ദാവീദിൻ്റെ കൂടെ ഇരുന്ന ദൈവം സാറേ ഈ ഫെലിസ്തീനെ നേരിടുവാൻ സാറിനോടുകൂടെ ഇരിക്കും. സാർ റിസൈൻ ചെയ്യരുത്. രണ്ടായാലും ബട്ട്ലർ കണ്ടുപോയതല്ലേ, അയാളെ ലെറ്റർ വലിച്ചു കയറി പോടാ ഇറങ്ങിപ്പോകാൻ പറഞ്ഞു. അയാൾ ഇറങ്ങിപ്പോയി. 2ാമത്തെ ചായ ഇട്ടു. 2ാമത്തെ ചായയും കൊണ്ട് കയറി വരുമ്പോൾ ഇയാൾ 2ാമത്തെ റെസിഗ്നേഷൻ എഴുതുക: ഇന്ന കാരണങ്ങളാൽ നാം തകർന്നു. മിലിറ്ററിക്ക് നോട്ടീസ് എഴുതുക, നിങ്ങൾ ജീവൻ്റെ രക്ഷപ്പെടാൻ നോക്കിയോ. ഇപ്പം 2ാമത് വന്ന് നോക്കി, ഇതേ എഴുതുന്നു 2ാമത്തേത്. സാർ എഴുതരുത്. സാറ് റിസൈൻ ചെയ്താൽ രാജ്യത്തിന് നിലനിൽപ്പില്ല. സാറേ, മറക്കരുത്, ജോനാഥാൻ ഒരുത്തൻ മാത്രം, ഒറ്റ വാള് കയ്യിലുള്ള ജോനാഥാൻ ഒരുത്തൻ മാത്രം ഒരു ജനതയെ ജയിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത മണ്ണ സാർ. ഈ മണ്ണ് സാർ അവിടെ ഇരിക്കുന്നത്. ആ ദൈവത്തിന് കേടുപറ്റിയിട്ടില്ല. സാർ റിസൈൻ ചെയ്യരുത്. അദ്ദേഹം ഈ ബട്ട്ലറോട് പറഞ്ഞു ബൈബിൾ ഇഞ്ഞ് കൊണ്ടുപോടാന്ന്. ബട്ട്ലർ ബൈബിളും കൊണ്ട് ചെന്നു. ഈ 2 രംഗങ്ങൾ അയാൾ വായിച്ചു. 6 days വാറിൻ്റെ ഡോക്യുമെൻ്ററിക്കകത്ത് ഇത് കിടപ്പുണ്ട്, ഇസ്രയേൽ പരസ്യപ്പെടുത്തത്. അയാൾ വായിച്ച ശേഷം മേശപ്പുറത്ത് കൈയിടിച്ചുകൊണ്ടൊരു പ്രതിജ്ഞ എടുത്തു: ഞാനും എൻ്റെ തലയും പോയാലും രാജ്യത്തിന് വേണ്ടി നിന്ന് യുദ്ധം ചെയ്യാം. 6ാമത്തെ ദിവസം ഇസ്രയേൽ യെരുശലേം പിടിച്ചു. ദൈവത്തിൻ്റെ ട്രിഗറിങ് നന്നായി ഇസ്രയേൽ തിരിച്ചറിഞ്ഞു. ചർച്ചിൻ്റെ വേൾഡ് ക്രിസ്ത്യൻ ടെലിവിഷൻ മീഡിയ ഈസ് ബോൺ. 1973 ക്രിസ്ത്യൻ ടെലിവിഷൻ മീഡിയ ജനിച്ചു വീഴുന്നത്. ഇന്ന് ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് 10,000 കണ്ടേക്കാം, അല്ല ലക്ഷങ്ങൾ കാണുന്നുണ്ട്. കാര്യം ക്രിസ്ത്യൻ ടെലിവിഷൻസ് രംഗത്ത് വന്നു. ഞാൻ ഹാർവസ്റ്റ് ടെലിവിഷനായി ദൈവത്തെ സ്തുതിക്കുന്നു.
1973 ക്രിസ്ത്യൻ ടെലിവിഷൻസ് രംഗത്ത് വരുന്നത്. TBN ജനിക്കുന്നത് അന്നാണ്. ആവർത്തന പുസ്തകം 32:8 പറയുന്നത് പോലെ ദൈവജനത്തിൻ്റെ നമ്പറിനൊത്തവണ്ണം ദൈവം പ്രപഞ്ചത്തെ തിരുത്തിക്കുറിച്ചു, വേൾഡ് മാപ്പ് മാറ്റിക്കുറിച്ചു. തകർന്നു കിടന്ന അസ്ഥികളുടെ നടുവിൽ, ഇത് പറയിച്ച നിർത്തുകയാണ്, തകർന്നു കിടന്ന അസ്ഥികളുടെ നടുവിൽ നിന്നുകൊണ്ടൊരു വാഗ്ദത്തപ്രകാരം ഒരു പ്രവാചകൻ ഒരു പദം വിളിച്ചു പറഞ്ഞു, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുക. കഴിഞ്ഞ 4 മാസങ്ങൾക്ക് മുൻപേ എൻ്റെ ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്ന ഇടത്ത് പരിശുദ്ധാത്മാവിൻ്റെ ചെവിയിൽ മുഴക്കിയ ഒരു ശബ്ദം ഞാൻ 2 പ്രാവശ്യം സഭയുടെ മുമ്പിൽ വെച്ചു. ഇത്രയും വിശദമായിട്ട് ആദ്യമാണ് വെക്കുന്നത്. വേർ ആർ മൈ പ്രോഫറ്റ്സ്? എൻ്റെ പ്രവാചകന്മാരെവിടെ? ദീർഘകാലം നീണ്ടു നിന്ന് ക്രിയ ചെയ്യുന്ന പ്രവചനങ്ങൾ വിളിച്ചു പറയുന്ന 1000 വർഷങ്ങൾക്ക് മുൻപേ, മറക്കണ്ട, ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് മുന്നമേ, ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് മുന്നമേ വിളിച്ചു പറഞ്ഞ ഒരു പ്രവചനത്തിൻ്റെ ശബ്ദമാണ്, ഉണങ്ങിയ അസ്ഥികളെ യഹോവയുടെ വചനം കേൾക്കുക. ആ കാലത്ത് വചനം വിളിച്ചു പറഞ്ഞെങ്കിൽ കാലങ്ങൾ മാറിയാലും പ്രവചനത്തിന് മാറ്റമില്ല. സംവത്സരങ്ങളെ അതിജീവിച്ചുകൊണ്ട് പ്രവചന പദങ്ങൾ പുറത്തു വന്നെങ്കിൽ ഇന്ന് പകൽക്കാലം ദീർഘനാളേക്ക് ആവശ്യമുള്ള ആത്മബലം ഏറ്റെടുത്തുകൊണ്ട് വിളിച്ചു പറയുന്ന പ്രവാചകന്മാർ എവിടെ? പ്രവാചകന്മാർ ബേഥേലിൽ നിന്നും, ബേഥലൈറ്റ്സിന്റെ ഇടയിൽ നിന്നും എഴുന്നേൽക്കട്ടെ. നമുക്കൊന്ന് വിളിച്ചു പറയാം, അതെ, ദൈവം കാര്യങ്ങൾ ചെയ്യട്ടെ, സഭ ഉണരട്ടെ, സഭ ഉയർത്തെഴുന്നേൽക്കട്ടെ, ദൈവിക വിമോചനങ്ങൾ നടക്കട്ടെ, ഒരു കൂട്ടം വിശുദ്ധന്മാർ, ഭക്തന്മാർ ലോകത്തിൽ പിറന്നു വീഴട്ടെ, നിന്ന് വിളിച്ചു പറയുന്ന പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. കാറ്റേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന്, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറയുവാൻ, പരിശുദ്ധാത്മാവേ, ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് ഇവരുടെ മേൽ ഊതുക എന്ന് പറയുവാൻ ദൈവം നമ്മെ എഴുന്നേൽപ്പിക്കുകയാണ്. അദ്ദേഹം പ്രവചനം തുടങ്ങിയതോടെ തന്റെ അസ്ഥികൾക്കകത്തൊരു ചലനമുണ്ടായി. ദൈവത്തിൻ്റെ ട്രിഗേർഡ് ടൈമാണിത്. ദൈവം ട്രിഗർ ചെയ്തു. സഭ ഒന്ന് ഉണർത്തപ്പെടുമെങ്കിൽ ഇതിൻ്റെ റിയാക്ഷൻ നമ്മൾ കണ്ടുകൊണ്ടിരിക്കും. കാണുന്ന റിയാക്ഷനുകൾക്കായി ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കും. യെസ്, ദ ബോൺ സ്റ്റാർട്ടഡ് റെസ്പോണ്ടിങ്. അവ പ്രവർത്തിക്കാൻ തുടങ്ങി. ഒടുവിലായി വന്ന് പറയുകയാണ്, ജീവനിൽ ഇവരിലേക്ക് മടങ്ങി വരണം. ഇന്നത്തെ പെന്തക്കോസ്തൽ സഭകളിലേക്ക് ജീവൻ മടങ്ങി വരേണ്ടത് ആവശ്യമാകയാൽ ചിലരിന്ന് വിളിച്ചു പറയാം, ബേഥേലിലല്ല, സഭകളിലേക്ക് ജീവൻ വ്യാപരിക്കട്ടെ. കാറ്റേ, ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് വിളിച്ചു പറയുന്ന ഒരു സൈന്യത്തെ രൂപീകരിച്ചെടുക്കുന്ന പ്രവാചകന്മാരെ ദൈവം എഴുന്നേൽപ്പിക്കട്ടെ. ദീസ് ആർ ദ ഡേയ്സ് ഓഫ് ദ ട്രിഗറിംഗ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ട്രിഗറിങ്ങിൻ്റെ സമയമായി. എനിക്ക് 2-3 പേരെ കാണിക്കണമെന്ന് താല്പര്യമുണ്ട്. ഇസ്രയേലും ഗാസയും ഒക്കെ നിൽക്കട്ടെ. ഞാൻ 1-2 പേരെ ഒന്ന് കാണിക്കാൻ ഒക്കുമെങ്കിൽ. ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഗാസയുടെ മതിലിനകത്തെ തീയ ഇത് നടന്നുകൊണ്ടിരിക്കുക. ഞാൻ അവിടെ നിൽക്കുന്നില്ല. ഞാൻ വേറൊരു ഭാഗം തൊട്ടേച്ച് ഒക്കുകയാണെങ്കിൽ വേഗത്തിൽ ഇരുന്നോളാം. ദൈവത്തിൻ്റെ ഒടുവിലത്തെ ട്രിഗറിങ്ങോട് ചേർന്ന് എഴുന്നേറ്റ് 2 സ്ത്രീകളെ ആദ്യമായി കാണിക്കാം. ആനിയസ് മെക്ഫോൺസ്, ഒരു പഴയകാല അമ്മച്ചിയാണ്. ഈ അമ്മച്ചി കറിക്കരിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചിയുടെ അകത്തൊരു തോന്നൽ, ഞാൻ കറിക്കരിയുന്നത് കൊണ്ട് എൻ്റെ മേലുള്ള കൃപാവരങ്ങൾ കുറയത്തില്ല, ഞാൻ രോഗികൾക്കായി പ്രാർത്ഥിക്കും. ഈ ചിന്ത അവരുടെ അകത്തങ്ങ് കയറി. നമ്മുടെ അമ്മച്ചിമാർക്ക് ഇത് കയറട്ടെ, എൻ്റെ സഹോദരിമാർക്കും കുഞ്ഞുങ്ങൾക്കും ഇതുണ്ടാകട്ടെ, എന്നിലൊരു കൃപാവരം വ്യാപരിക്കുന്നുണ്ട്. അടുത്ത ദിവസം ഒരു രോഗിയായ ആൾ ഈ അമ്മച്ചിയുടെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. അമ്മച്ചിയുടെ കിച്ചണിൽ രോഗശാന്തി ആവർത്തിച്ചു. അമ്മച്ചിയുടെ കിച്ചണിൽ രോഗശാന്തി തുടർന്നു. മാസങ്ങളോളം കിച്ചണിൽ ആളുകൾ വരികയും അവിടെ വെച്ച് രോഗശാന്തികൾ നടക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ആനി കൺവെൻഷൻസുകൾ ആരംഭിച്ചു. ഇവരെക്കുറിച്ച് പറയുന്നത്, ശനിയാഴ്ച ദിവസങ്ങൾ പരസ്യയോഗങ്ങളിൽ, അല്ലാത്ത ദിവസങ്ങൾ കറിക്കരിയാൻ വീട്ടിലിരിക്കും. ശനിയാഴ്ച ദിവസങ്ങൾ പരസ്യയോഗങ്ങളിൽ അവർ സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന രോഗികൾക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചു. വേറെ ഒരു രോഗിക്ക് വേണ്ടിയും ശനിയാഴ്ച പ്രാർത്ഥിക്കത്തില്ല. സ്ട്രെച്ചറിൽ കൊണ്ടുവരുന്ന രോഗികൾക്ക് വേണ്ടി അവരെ ഉപയോഗിച്ച ദൈവത്തിന് എൻ്റെ സഹോദരിമാരെ ഉപയോഗിക്കാം. രണ്ടാമത് നിങ്ങൾ കാണുന്നത് കാതറിൻ കുൽമനാണ്. കുൽമനെ ഉപയോഗിച്ച ദൈവത്തിന് രോഗശാന്തിക്ക് വേണ്ടി ഉപയോഗിക്കാം. ഞാൻ ഈ 2 പേരുടെ ചിത്രം എടുത്തിട്ടത്, ആനി അധികം സൗന്ദര്യമുണ്ടായിരുന്നയാളല്ല. അവരുടെ സൗന്ദര്യമല്ല ദൈവം നോക്കിയത്, അവരുടെ രോഗശാന്തിയുടെ കൃപാവരമാണ്.
പക്ഷേ കാതറിൻ കുൽമൻ സൗന്ദര്യത്തിൽ തികഞ്ഞവളായിരുന്നു. സൗന്ദര്യത്തിലെ തികവ് ദൈവത്തിന് പ്രതിസന്ധിയല്ല. അത് കണ്ട ഫേസ്ബുക്കിൻ്റെ പുറകെ പോകാതെയും അത് കണ്ട ലോകമോഹത്തിൻ്റെ പുറകെ കൊണ്ട് നടക്കാതെയും ദൈവത്തിന് വേണ്ടി ചിലവഴിക്കുവാൻ ശ്രമിക്കൂ. ഞാൻ ഈ 2 പേരുകൾ തിരഞ്ഞെടുക്കാൻ കാര്യം ഇതാണ്: ദൈവത്തിന് നമ്മെ ഉപയോഗിപ്പാം. കഴിവുള്ളവർ നമ്മുടെ ഇടയിൽ പലരുണ്ട്, ആത്മീയർ നമ്മുടെ ഇടയിൽ ധാരാളമുണ്ട്. ദൈവത്തിന് വേണ്ടി ഇന്ന് നിൽക്കുവാൻ തയ്യാറെടുക്ക്. ഒരു ഉണർവ് നടക്കട്ടെ. ദൈവത്തിൻ്റെ ട്രിഗർ നടന്നുകൊണ്ടിരിക്കുക. ഈ ദിവസങ്ങളിൽ ദൈവം ചിലത് വലുത് ചെയ്യട്ടെ. ദൈവകരങ്ങളിൽ എന്നെ തന്നെ ഏൽപ്പിക്കുന്നു. ഇന്നൊരു പകൽ ദയവായി പ്രിയപ്പെട്ടവരിൽ നിന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ഞാൻ ചിലത് ചെയ്ത് ചിരിക്കാൻ പോവുകയാണ്. എല്ലാവരും ദയവായിട്ടൊന്ന് എഴുന്നേറ്റ് നിന്നാട്ടെ. 2 സഹോദരിമാരെ കൊണ്ട് രോഗശാന്തി നടന്നെങ്കിൽ അതിൻ്റെ അർത്ഥം തുടർന്ന് രോഗശാന്തി നടക്കത്തില്ലെന്നല്ല. ഇന്ന് പകൽ രോഗശാന്തിക്ക് വേണ്ടി രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ സമയം എടുക്കുന്നുണ്ടോ? ആർ യു ടേക്കിംഗ്? ഞാനിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കും. കഴിയുമെങ്കിൽ കർത്തൃമേശയോട് ചേർന്ന് ഒരു പ്രാവശ്യം കൂടെ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കൊള്ളാം. ഈ ദിവസങ്ങളിലെല്ലാം ഇവിടെ ശക്തിയേറിയ വിടുതലുകൾ നടക്കട്ടെ. എന്നേക്കാൾ കൂടുതൽ ശബ്ദമെടുക്കാൻ കഴിയുന്നത് സുനിലിന്. എൻ്റെ മൺകൂടാരത്തും അതിൻ്റെ ബലഹീനതയിലെത്തി. എൻ്റെ മൺകൂടാരം ക്രാക്ക് ചെയ്തു തുടങ്ങി. പക്ഷേ ആരോഗ്യമുള്ളവരിവിടെ ഉണ്ടല്ലോ. ദൈവം അവരെ ഉപയോഗിക്കട്ടെ. ഇന്ന് പകൽ നിൽക്കുന്ന നിപ്പിൽ രോഗികളായ പ്രിയപ്പെട്ടവർ, അവരുടെ രോഗമുള്ള ഭാഗത്തേക്ക് ഒരു കൈവിരൽ വയ്ക്കുവാൻ ഞാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. അവരുടെ രോഗമുള്ള ഭാഗത്തേക്ക് വളരെ സ്പെസിഫിക്കായി നെഞ്ച്, ഇടത്തുവശത്തും വലത്തുവശത്തും നെഞ്ചുകൾ ഒരുമിച്ച് ചേരുന്ന ഇടത്ത്, തെകളയ്ക്കെന്ന് മലയാളത്തിൽ പറയും, അതിൻ്റെ മധ്യഭാഗത്തായി ഒരു വിലക്കും വേദനയും അനുഭവപ്പെടുന്ന ഒരു 10 പേരിൽ കുറയാത്തവരെ പരിശുദ്ധാത്മാവ് കാണിക്കുന്നു. ഈ പകലൊരു രോഗസൗഖ്യത്തിന് വേണ്ടി അവർക്ക് ഏൽപ്പിക്കപ്പെടാം. ശരീരത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ രോഗം അനുഭവിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. എൻ്റെ ശരീരത്തിൽ ഒത്ത മധ്യത്തിൽ നിന്നും ഏറെക്കുറെ 3-4 ഇഞ്ച് വലത്തോട്ട് മാറി നെഞ്ച് കൂടിന് തൊട്ട് താഴെയായി ഒരു വേദന അനുഭവിക്കുന്ന അനുഭവം ഞാൻ കാണുന്നു. ഈ പകൽ കർത്താവ് ചിലരെ സൗഖ്യമാക്കട്ടെ. എവിടൊക്കെ രോഗം അനുഭവിക്കുന്നവരുണ്ട് അവിടേക്ക് ഒരു വിരൽ വെക്കാം. നസ്രയനാകുന്ന യേശുവിൻ്റെ നാമത്തിൽ ദൈവിക രോഗശാന്തി